ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ബുധനാഴ്ചകൾ നമ്മൾ മൈൻഡ്ഫുൾനെസ്സുമായി ബന്ധപ്പെട്ട പല രീതിയിൽ നമ്മുടെ ലൈഫിനെ കൂടുതൽ മുന്നോട്ട് നയിക്കുകയാണ്. ഏറ്റവും നല്ല ഒരു നറിഷിംഗ് ടൂളായിട്ട് നമുക്ക് മൈൻഡ്ഫുൾനെസ് ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിൽ അത് ഉപയോഗിക്കുന്നുണ്ടോ? തുടർച്ചയായി മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ കിട്ടുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഒരു നിമിഷം അല്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു വ്യക്തമായ ഐഡിയ. ഓക്കെ, ഇന്ന് നമുക്ക് വേണ്ടി മൈൻഡ്ഫുൾനെസ്സിന്റെ പാഠങ്ങൾ നൽകുന്നത് ഇളങ്കോ സാറാണ്. സാർ ഒരു മൈൻഡ്ഫുൾ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പറയാം. വളരെ കാലമായിട്ട് ജീവിതത്തിലും അതുപോലെ തന്നെ പൊതു സേവന തലത്തിലും ഒക്കെ മൈൻഡ്ഫുൾനെസ്സിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും നമുക്ക് അനുയോജ്യനാണ്. സോ നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഇളങ്കോ സാറിനെയും. ഇളങ്കോ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സർ, താങ്ക്സ് എ ലോട്ട്. പ്രോബബ്ലി സാർ എല്ലാ ബുധനാഴ്ചയും മൈൻഡ്ഫുൾനെസ്സിനെ ഒരു ലെക്ചർ സീരീസ് വെച്ചിരിക്കുന്നതിലിരുന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്നെ കേൾക്കാൻ അല്ലെങ്കിൽ ഇതെല്ലാം ഒബ്സർവ് ചെയ്യാൻ ഇരിക്കുന്നവരെല്ലാം എന്നെക്കാട്ടിലും നോളജ് ഉള്ളവരാണ്. ബിക്കോസ് അവർ എല്ലാ ബുധനാഴ്ചയും അറ്റൻഡ് ചെയ്യുന്നു. ഞാൻ ഒരു ലിമിറ്റഡ് ഏരിയയിലാണ് വായിച്ചോ പ്രാക്ടീസ് ചെയ്തു പോകുന്നു. അതിനെ അഫ്കോഴ്സ് എൻ്റെ രീതിയായിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്യുന്നു. ബട്ട് ഇതിൽ കേൾക്കാനിരിക്കുന്ന ഒരു വ്യത്യസ്തമായ പലരും പല ആംഗിളിൽ മൈൻഡ്ഫുൾനെസ്സിനെ പറഞ്ഞു തരുന്നതിൽ കേട്ട് അഫ്കോഴ്സ് എവിടെങ്കിലും എൻ്റെ സൈഡിലിരുന്ന് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. ഐ ആം റെഡി ടു കറക്റ്റ് മൈസെൽഫ്. അപ്പം ഞാനൊരു പ്രാക്ടീസ് ചെയ്യുന്ന സിസ്റ്റം അല്ലെങ്കിൽ ഞാൻ പഠിച്ചു വന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് മോഡാണ്. പ്യൂർലി വാട്ട് ബ്രെയിൻ ഡസ് വെൻ വി ഡു ദിസ്, വാട്ട് ബ്രെയിൻ ചേഞ്ചസ് വി നീഡ് ഇറ്റ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ സിമ്പിളറായിട്ട് പറഞ്ഞാൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ജീവിക്കാൻ വേണ്ടി 4 ഹോർമോൺസ് ആണ് ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ എന്ന് പറഞ്ഞ 4 ഹാപ്പി ഹോർമോൺസിനെ നമ്മൾ കൂടുതലാക്കുന്നവരും വി വിൽ ബി മോർ ഹാപ്പിയർ ഇൻ ആർ ലൈഫ്. ആൻഡ് അല്ലെങ്കിൽ നമ്മൾ 2 സ്ട്രെസ് ഹോർമോൺ അല്ലെങ്കിൽ ഡിസ്റ്റർബിങ് ഹോർമോൺ 2 കോർട്ടിസലും അഡ്രിനലിനും എങ്ങനെ കുറയ്ക്കുന്നത് വെച്ച് ഇത് 4നും എങ്ങനെ കൂട്ടാം. ഇത് ഈ സിസ്റ്റമാണ് ആക്ച്വലി മനുഷ്യനായിട്ട് ജീവിക്കാൻ ആവശ്യമുള്ളത്. വെദർ യു ഡു ഇറ്റ് യോഗ, വെദർ യു ഡു ജിം പ്രാക്ടീസ്, വെദർ യു ഗോ ഫോർ laughter therapy, whether you listen somebody's speech, whether you go for music or anything. Simple. End of the day, I really appreciate സാബു സാറ് ക്ലാസ് എടുപ്പിക്കുന്നത് ഓരോരുത്തരെയും കൊണ്ട്. എന്താ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലത്ത് എവിടെയാണ് ഡീവിയേഷൻ, ആ ഡീവിയേഷൻസിനെ ക്യാൻ യു കറക്റ്റ് യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു അണ്ടർലൈനിങ് മോഡാണ് സാബു സാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു ഏരിയ സാർ റീസെൻ്റ്ലി 1974 ഓൺവേഴ്സ് ഡെവലപ്ഡ് ഒരു തിയറിയാണ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത തിയറി അല്ല, പക്ഷെ നമ്മളെല്ലാവരും മൈൻഡ്ഫുൾനെസ്സിനെ ഗാർണിഷിങ് ചെയ്ത് ഈ കേക്കിന് മുകളിൽ പല ചായങ്ങളും പല സ്വീറ്റും വയ്ക്കുന്നത് പോലെ മൈൻഡ്ഫുൾനെസ്സിനെ വ്യത്യസ്തമായി കൊണ്ടുപോവുകയാണ് ഓരോരുത്തരും. മൈൻഡ്ഫുൾനെസ് ഇസ് നത്തിങ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു 7 വേർഡുകളാണ്, 7 words. Aware, attend, be in the present, don't have prejudgment, have curiosity, and 2 word additional ആയിട്ട് ആഡ് ചെയ്താൽ let go and enjoy. ഇത്രയേ ഉള്ളു സിമ്പിളറായിട്ട് പറഞ്ഞാൽ. അതിനകത്ത് ഈ 7 വാക്കുകളെ നമ്മൾ എങ്ങനെയാണ്, ഈ 7 വാക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ജീവിതത്തെ ഫുള്ളും കവർ ചെയ്ത് പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. മീൻസ് ഇഫ് യു ടേക്ക് എ സിമ്പിൾ ഫോം, 5ാം ക്ലാസ്സിലെ അവെയർ അറ്റൻഡ് എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നതും 10ാം ക്ലാസ്സിലെ ബി അവെയർ ആൻഡ് അറ്റൻഡ് എന്ന് പഠിപ്പിക്കുന്നതും ഒരു ബാച്ചിലർ ഡിഗ്രിയിലെ യു ബി അവെയർ എന്ന് പറയുന്നതും ഒരു PG സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന് ആർ യു അവെയർ എന്ന് ചോദിക്കുമ്പോൾ ആ അവെയർനെസ്സിനുള്ള വ്യത്യാസവും കുറച്ച് ലോങ് ഗ്യാപ്പ് ഉള്ളത് പോലെയാണ് ഞാൻ സെൻസ് ചെയ്തിട്ടുള്ളത്. ഐ മേ ബി റൈറ്റ്, ഐ മേ നോട്ട് ബി റൈറ്റ്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളിനെ കുറച്ചുകൂടെ എൻലാർജ് ചെയ്ത് നോക്കുവാണെങ്കിൽ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ലിവ്, ഫസ്റ്റ് ജീവിക്കാൻ
ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അമ്മ എനിക്ക് ജനനം തന്നു, ഞാൻ ജീവിച്ചു പോകുന്നു, ഒരു ദിവസം മുകളിലുള്ളവൻ എന്നെ വിളിക്കും, ഞാൻ പോയിക്കൊള്ളും. അത് ഒരു രീതി ഓഫ് ലിവിങ് ആണ്. വേറൊരു രീതി ഓഫ് ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ കേം ടു ദ വേൾഡ് വിത്ത് സം പേർപ്പസ്. Probably I am not rightly aware that what is the purpose I am for. Let me find out my purpose of living. അങ്ങനെ കുറച്ച് സെർച്ച് ചെയ്തിട്ട് കുറെ പേർക്ക് കിട്ടിക്കാണും. അല്ലെങ്കിൽ ഒരാള് ഐ ആം നോട്ട് ഗോയിങ് ടു സെർച്ച് ദ പർപ്പസ് ഓഫ് മൈ ലിവിങ്, ഞാൻ എൻ്റെ മുമ്പിൽ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യും, ഇങ്ങനെ ഞാൻ ജീവിക്കും. അത് ഒരു മൂന്നാമത്തെ തരമാണ്. യു മേ ബി എനിത്തിങ്, ബട്ട് എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ഒരു ഇച്ഛ, ഓരോരുത്തരും ജീവിക്കണം. ജീവിതം എന്ന് പറഞ്ഞാൽ സിംപ്ലറാണ്. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സെഡ് ടു ബി ഐ ലിവ്ഡ് ആൻഡ് ഐ ആം ലിവിങ്. ഇപ്പൊ മഹാത്മാഗാന്ധി എന്നോ 1948 പോയി എന്ന് നമ്മൾ പലരും പറഞ്ഞാലും വി ടോക്ക് അബൌട്ട് ഹിം ടിൽ ഡേറ്റ്. ദാറ്റ് മീൻസ് ഹി ഈസ് ലിവിങ് അമംഗ് അസ്. അപ്പൊ ഈ രീതിക്ക് വലിയ രീതിയിൽ പോയില്ലെങ്കിലും താങ്കൾ ഓരോരുത്തരും ആ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ആ താലൂക്ക് അല്ലെങ്കിൽ ആ വില്ലേജ്, അത് ഒന്നുമല്ലെങ്കിൽ ആ ഏരിയ അല്ലെങ്കിൽ ആ റോഡിലെങ്കിലും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? യെസ്, പോസിബിൾ. എങ്ങനെ പോസിബിൾ? യു ഹാവ് ടു ലിവ് വൈൽ യു ആർ ലിവിങ്. സിംപ്ലസ്റ്റ് തിങ് ദാറ്റ് വാസ് മൈൻഡ്ഫുൾനെസ് ടോട്ട് മീ. സമയത്ത് നീ ജീവിച്ചാൽ, ഒരു തമിഴ് ഒരു സാമ്യം ഉണ്ടല്ലോ, മീൻസ് നമ്മുടെ വാക്കുകൾ വെൻ യു ലിവ് കൺഫ്യൂസ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് അതൊന്നുമല്ല. ഈ കുറച്ച് ആയിട്ടുള്ള വാക്കാണ്. ജീവിക്കുന്നത് ഇങ്ങനെയും ജീവിക്കാം, ജീവിക്കുന്നത് ഇങ്ങനെയേ ജീവിക്കാവൂ എന്ന് പറയുന്നതിൽ സാർ ഒരിക്കലും എന്നെ ഹോളിസ്റ്റിക് സിസ്റ്റം എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നതാണ്. First, I should live. I should permit a person who is sitting opposite to me, or second person, I should permit the society and the entire universe or the environment. ഇത്രയും കൂടെ സന്തോഷമായിരുന്നാൽ നമ്മൾ എക്സ്ട്രാordinary സന്തോഷമായിരിക്കും, ഫ്രീ ആയിരിക്കും, ഹാപ്പിയർ ആയിരിക്കും. ഇതിനെ ഒരു സിസ്റ്റം നിങ്ങൾ എല്ലാവരും കേട്ട് കാണും, പഠിച്ചു കാണും. ഞാനതിനൊരു റിവിഷൻ പോലെ എടുക്കുകയാണ്. ഒരു റെയിൻ ടെക്നിക്ക് എന്ന് പറഞ്ഞു. സാർ റെയിൻ ടെക്നിക്ക് ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ടല്ലോ, പ്രോബ്ലം ഞാൻ തന്നെ എടുത്ത് കാണും അല്ലേ? അല്ലെങ്കിൽ മറ്റേ ആന്റണി സാർ എടുത്തിരുന്നോ സാർ? ഇല്ല സാർ, സാർ റിപ്പീറ്റ് ചെയ്ത് കുഴപ്പമില്ല. ഓക്കെ, ഒരു റെയിൻ ടെക്നിക്കിനെ കുറിച്ച് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. ന്യൂമറസ് ടെക്നിക്സ് ഉണ്ട്. ഗൈഡഡ് മെഡിറ്റേഷൻസ് ആണ് നമ്മൾ എപ്പോഴും പോകുന്ന ഒരു സിസ്റ്റം. പിന്നെ അൺഗൈഡഡ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ഗൈഡഡ് മെഡിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷണലി മൂവ് ചെയ്യുവാണെങ്കിൽ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ കണ്ടീഷണലി, ഐ വാണ്ട് ടു ഗോ അൺകണ്ടീഷണലി. ഇപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഈ ഡീപ്പ് ബ്രീത്ത് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എക്സേൽ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സമയം എടുക്കും. ഒരു 10 to 11 കൗണ്ട്സ് കയറും. എക്സേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സ്ട്രീംലി സ്ലോവറായിട്ട് റിലീസ് ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ബാക്കിയുള്ളവർ ഗൈഡഡ് മെഡിറ്റേഷൻ തരുവാണെങ്കിൽ ഇൻഹേൽ എക്സേൽ എന്ന് പറഞ്ഞാലും എനിക്ക് പകുതി എക്സേലിങ്ങേ സംഭവിക്കാറുള്ളൂ. അതുകൊണ്ട് ഐ ഗോ ഫോർ അൺഗൈഡഡ് മെഡിറ്റേഷൻ. അപ്പൊ മെഡിറ്റേഷനിൽ 2 സ്റ്റൈലുണ്ട്. ഒന്ന് ഗൈഡഡ് മെഡിറ്റേഷൻ, ഒന്ന് അൺഗൈഡഡ് മെഡിറ്റേഷൻ. അൺഗൈഡഡ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഗൈഡ് ചെയ്യത്തില്ല. നമ്മൾ സ്വയം ആ സ്റ്റെപ്പുകളെല്ലാം മനസ്സിലാക്കി സ്വന്തമായിട്ട് നമ്മുടെ ഓൺ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ പോസ് ആൻഡ് ലോഞ്ചിവിറ്റി വെച്ച് ചെയ്യുന്ന ഒന്നാണ് അൺഗൈഡഡ് മെഡിറ്റേഷൻ. അപ്പൊ ഗൈഡഡ് മെഡിറ്റേഷൻ ആണെങ്കിലും അൺഗൈഡഡ് മെഡിറ്റേഷൻ ആണെങ്കിലും ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഫർദർ പോകും. വാട്ട് ഈസ് മെഡിറ്റേഷൻ? സിമ്പിൾ തിങ്. മെഡിറ്റേഷൻ ഈസ് നത്തിങ് ബട്ട് യു ട്രൈ ടു കോൺസെൻട്രേറ്റ് or you try to attend to one behavior or one action at a time without any deviation or without any diversifying of your mind or thinking. Simplest thing ഇതാണ്. ഞാൻ കൂടുതലും എല്ലായിടത്തും ചോദ്യം ചോദിച്ച് പല സമയങ്ങളിൽ ഉത്തരം കിട്ടിയോ കിട്ടിയില്ല എന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ആൻസർ ചെയ്ത് പോകുന്നത്.
അപ്പം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് എന്നെയും ഞാൻ ഒരു പ്രോബബ്ലി ഒരു 25 ഇയേഴ്സ് ഒക്കെ ഇരുന്നപ്പം എന്നെയും ഞാൻ മെഡിറ്റേഷൻ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നോടത്ത് ഒരാൾ പറഞ്ഞു തന്നതാണ്, നിന്റെ മതിലിനകത്ത് ഒരു വെള്ള ഷീറ്റിൽ നടുക്ക് ഒരു കറുത്ത ബിന്ദി വെച്ച് അത് മതിലിൽ ഒട്ടിച്ചു വയ്ക്കും, നിന്റെ ഓൺ ഹൈറ്റിൽ അത് ഡെയിലി കണ്ണ് ചിമിട്ടാതെ പോലെ നോക്കിക്കൊണ്ടേയിരിക്കും. വൺ ഫൈൻ ഡേ ദാറ്റ് ബ്ലാക്ക് സ്പോട്ട് വിൽ മൂവ് ഔട്ട് ഓഫ് ദാറ്റ് വൈറ്റ് പേപ്പർ. അത്രയും നീ കണ്ണിൽ ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ വൈറ്റ് പേപ്പറായിട്ട് മാറും, യു സ്റ്റാർട്ടഡ് മെഡിറ്റേറ്റിംഗ് എന്നാണ് അർത്ഥം. ഞാൻ കുറെ നോട്ട് അച്ചീവ്ഡ്, ഫൈനലി ഐ ലോസ്റ്റ് ഇറ്റ് എന്ന് തന്നെ പറയണം, എനിക്ക് കിട്ടിയില്ല. But afterwards, when I learned about what is meditation, then I could understand that meditation എന്ന് പറഞ്ഞാൽ കാരണം ഹിന്ദുവിനെ മാറ്റുന്നതല്ല meditation. Only simplest thing is you try to attend yourself by aware of what are you doing. അതാണ് മെയിൻ പോയിന്റ്. ഞാൻ എന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നോടത്ത് ഇന്നലെ പേഷ്യൻ്റ് വന്നു, പുള്ളി മൈനർ ഡിപ്രഷൻ ആയിരുന്ന സമയത്ത് ഏതോ ഒരു സൈക്കോളജിസ്റ്റ് പുള്ളിയെ കറക്ഷണൽ ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തത് എന്താ പറയുക, ഫോർ ഡീപ്പ് ബ്രീത്ത് എക്സസൈസ്. അപ്പം അങ്ങേറെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ബ്രഹ്മം അനിലോം വിലോമും കൂടെ കമ്പൈൻ ചെയ്ത് പുള്ളി ചെയ്യുന്നത് ഒരു ഡീപ്പ് ബ്രീത്ത് എക്സസൈസ്, ബട്ട് അനിലോം വിലോം ഫൈൻ വിത്ത് ബ്രഹ്മറി എക്സസൈസ്, ബ്രഹ്മറി. അപ്പം ഇത് രണ്ടും കൂടെ ചെയ്തിട്ട് പോയിട്ട് ഇന്ന് വരെ ആയില്ല. മൈനർ ഹാസ് ബീൻ ഡിക്ലെയർഡ് ബൈ സൈക്കാട്രിസ്റ്റ് as moderate. Then as simultaneous സൈക്കോളജിക്കൽ വർക്കിന് എന്നടുത്ത് വന്നപ്പോഴാണ് ഞാൻ വാട്ട് ഐ ഫൗണ്ട് ഔട്ട് വാസ്, എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്നു, അങ്ങേറെ മെഡിറ്റേഷൻ ചെയ്യുന്നെന്നാണ് പുള്ളി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഹി ഹാസ് നോട്ട് ഡൺ മെഡിറ്റേഷൻ ആസ് പെർ മീ. റീസൺ വാസ്, ആ പർട്ടിക്കുലർ ആള് ഈ എക്സസൈസ്, ഡീപ്പ് ബ്രീത്ത് എക്സസൈസ് അല്ലെങ്കിൽ അനിലോം വിലോം ചെയ്യുന്ന സമയത്ത് ദ ഫിസിക്കൽ ആക്ടിവിറ്റി വാസ് ഗോയിങ് ഓൺ, ബട്ട് മെന്റൽ ആക്ടിവിറ്റി വാസ് നോട്ട് സപ്പോർട്ടിങ് ഹിം. ഇദ്ദേഹം ആ സമയത്ത് കുടുംബത്തിനെ കുറിച്ചും മിസ്സസ് എന്ത് ചെയ്യുന്നു, മോളിനെ കെട്ടിച്ചയക്കണം, പുള്ളിക്ക് പ്രോബ്ലി 29+ ആണ്, ഡോട്ടർ ഷീസ് വർക്കിംഗ്, ഷി ഹാസ് നോട്ട് ഗോട്ട് റൈറ്റ് അലയൻസ് ഫോർ സം ടൈം. ഇതെല്ലാം ഒരു ആഡിങ് ഫാക്ടർ ആയിരുന്നാൽ പോലും, ബട്ട് ഹി വാസ് നോട്ട് മച്ച് വറീഡ് എന്നാണ് പറഞ്ഞത്. ഹവർ he was not able to convert minor to zero. Instead of that, minor depression moderate ലോട്ട് ചാടിയിരിക്കുന്നതിന്റെ റീസൺ ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോൾ he was not doing proper exercise. And എസ്റ്റിലോപുരം 15 mg 10 mg ആയിട്ട് കുറച്ച് വരെ നോക്കിയിട്ടും ഒരു രക്ഷയില്ലായിരുന്നു. Now yesterday even today he has called me, he could sleep nicely and fine എന്നാണ് പറഞ്ഞത്. Reason is I is just given a small suggestion that attending aware കുറിച്ച് മീൻസ് അവയർ ആൻഡ് അറ്റൻഡിങ്ങിനെ കുറിച്ച് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കൊടുത്ത് അത്ര മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. സോ വാട്ട് ഈസ് അവയർ, വാട്ട് ഈസ് അറ്റൻഡിങ്? അറ്റൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ പ്രോപ്പറായിട്ട് അതിന് ശ്രദ്ധാപൂർണത അല്ലെങ്കിൽ ഫുൾ ശ്രദ്ധയും അവിടെ കൊണ്ടുവന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് ഐ ആം അറ്റൻഡിങ്. വെൻ ഐ ആം നൗ ടേക്കിംഗ് ദ ക്ലാസ്, ഐ ആം അറ്റൻഡിങ് ദ ക്ലാസ്. ആ സമയത്ത് എൻ്റെ മിസ്സസ് എനിക്ക് ചായ തന്നോ, ഞാൻ ലേറ്റായിട്ട് ഓടി വന്നപ്പം സോക്സ് ഇനി ഊരിയിട്ടില്ല, ഓക്കെ, അപ്പം സോക്സ് ഊരിയില്ല, അപ്പം ഷൂ ഒക്കെ കറക്റ്റ് സ്ഥലത്ത് മിസ്സസ് എടുത്ത് വെച്ചോ, എന്തൊക്കെ ഇതൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഐ ആം നോട്ട് അറ്റൻഡിങ് ദ പ്രോഗ്രാം, ബട്ട് ഐ എം അറ്റൻഡിങ് സംവെയർ എൽസ് ടു. അപ്പം ഒരു മൾട്ടി ടാസ്കിങ്ങിലോട്ട് എൻ്റെ മൈൻഡ് ചെല്ലുമ്പോൾ എൻ്റെ പ്രോഗ്രാം മേ നോട്ട് ബി ദാറ്റ് മച്ച് എഫക്റ്റീവ്. അപ്പം ആ എഫക്റ്റീവ്നെസ് എൻ്റെ ദേഹത്ത് കിട്ടണമെങ്കിൽ, എനിക്ക് ഒരു ഹാപ്പി ഹോർമോൺസ് ശരിക്കും ഫങ്ഷൻ ആകണമെങ്കിൽ ഐ ഷുഡ് ബി 100% ഡെഡിക്കേറ്റഡ് ടു ദാറ്റ് വർക്ക്. നമ്മൾ തന്നെ നോർമലി ബീങ് ആൽമോസ്റ്റ് 90% ഓഫ് പീപ്പിൾ ആർ സൈക്കോളജിസ്റ്റ്. അപ്പോൾ ഇവരെല്ലാം പഠിപ്പിച്ചു തരുന്ന പരീക്ഷയിൽ നന്നായിട്ട് മാർക്ക് കിട്ടണമെങ്കിൽ യു ഷുഡ് സ്റ്റഡി വെൻ യു സ്റ്റഡി റൈറ്റ്ലി. ഈ കുറച്ച് സമയം പഠിച്ചാൽ മതി, പക്ഷെ പഠിക്കുന്ന സമയത്ത് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണമെന്ന്. അപ്പം ഐ അവോയ്ഡ് ദ വേർഡ് കോൺസെൻട്രേഷൻ ബിക്കോസ് we found out the difference between concentration and attending. Concentration is something that you pull and
I ensure that that job is getting done. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ആ കാര്യത്തിനെ വലിച്ച് ഇഴച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം, മീൻസ് ഇങ്ങനെയേ ചെയ്യാവൂന്ന് ചെയ്യുന്നതാണ് കോൺസെൻട്രേഷൻ. ബട്ട് അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോളണ്ടിയർ ആയിട്ട് ഇന്റൻഫുള്ളി ചെയ്യുന്ന ഒരു വർക്കാണ് അറ്റൻഷൻ. അപ്പോൾ അറ്റൻഷന്റെ സമയത്ത് യു ഷുഡ് ബി അവെയർ ദാറ്റ് നീ ഈ കാര്യമാണ് ചെയ്യുന്നത്. ഞാൻ ഈ കൈ ഇങ്ങനെ ആട്ടി ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഐ ഷുഡ് ബി അവെയർ ദാറ്റ് മൈ ബോത്ത് ഹാൻഡ്സ് ആർ അപ്വേർഡ് ആൻഡ് ഐ ആം ഷേക്കിംഗ്. എൻ്റെ ഫേസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ഐ ഷുഡ് ബി അവെയർ. എൻ്റെ മുമ്പിൽ ഇത്ര പേരിരിക്കുന്നു, എന്നെക്കാട്ടിലും കൂടുതൽ ഐഡിയ ഉള്ള ആൾക്കാരാണ്. സോ ഐ ഷുഡ് നോട്ട് say even one wrong word by which they catch hold of my ear and they twist എന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ട് ചെയ്യുവാണെങ്കിൽ ഐ ആം അവെയർ ദാറ്റ് ഞാൻ ഇങ്ങനത്തെ ഒരു ഓഗസ്റ്റ് 4th ഞാൻ ക്ലാസ് എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകണം. പിന്നെ ഞാൻ ആ കാര്യം ശ്രദ്ധാപൂർവം ചെയ്യുവാണെങ്കിൽ ഐ ആം ഡൂയിങ് ഇറ്റ് റൈറ്റ്ലി. അപ്പം ഐ ഷുഡ് സേ ദാറ്റ് ഐ ആം മെഡിറ്റേറ്റിംഗ്. സിംപിളസ്റ്റ് തിങ്. ഞാൻ സെഷൻ എടുക്കുവാണെങ്കിലും ഇറ്റ് ഈസ് ആൾസോ വൺ വേ ഓഫ് മെഡിറ്റേറ്റിംഗ്. അപ്പൊ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വാ അടക്കാതെ കണ്ണടച്ച് എൻ്റെ ദേഹം ഒന്നും അനങ്ങാതെ ഞാൻ ഈ ഒരു കാര്യത്തിന് മാത്രം ഡെഡ് ബോഡി പോലെ ഇരിക്കുന്നതല്ല മെഡിറ്റേഷൻ ആസ് പെർ മീ. സംബഡി മേ കോൺട്രഡിക്ട്, ഐ ആം റെഡി ടു ആൻസർ വാട്ട് ഐ എക്സ്പീരിയൻസ്ഡ്. അപ്പം അതിനകത്ത് എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ വ്യൂസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് കൂടെ ഞാൻ മനസ്സിലാക്കിയതാണ്. ഈ വാട്ട് ഈസ് മെഡിറ്റേഷൻ തപ്പി ഞാൻ അതിൻ്റെ പുറകെ നടന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഇത്രയേ ഉള്ളൂ. യു ഷുഡ് ബി അവെയർ ആൻഡ് യു ആർ അറ്റൻഡിങ് വിത്തൗട്ട് ഹാവിങ് എനി പ്രീ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലസ്റ്റ് തിങ്. ഐ ആം ടേക്കിംഗ് ദ സെഷൻ വിത്തൗട്ട് ഹാവിങ് എനി പ്രീ ജഡ്ജ്മെന്റ്. ഇവിടെ നിന്ന് ആരും ചോദ്യം ചോദിക്കില്ല. ഞാനാണ് ഇത് കുറേ കാലം കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ഞാൻ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്നെക്കാട്ടിൽ ഈ പർട്ടിക്കുലർ ഫീൽഡിൽ അത്രയും ഇല്ല എന്ന് ഞാൻ ചിന്തിച്ചാൽ അതും തെറ്റാണ്. സോ ഐ ഷുഡ് നോട്ട് ഹാവ് എനി പ്രീ ജഡ്ജ്മെന്റ്. വൺ, ഐ ഷുഡ് അറ്റൻഡ് ദ പ്രസന്റ് മൂമെന്റ്. ഇപ്പോൾ ഞാൻ സെഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് തന്നെ മാത്രമേ ഞാൻ ചിന്തിക്കാവൂ. അത് നല്ല കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഐ ഷുഡ് ബി ഹാപ്പിയർ, ബൈ വിച്ച് ഐ ഗെറ്റ് മൈ ഡോപ്പമിൻ, ഐ ഗെറ്റ് മൈ ഓക്സിറ്റോസിൻ. സെറട്ടോണിൻ എൻഡോർഫിനും ഇപ്പോൾ സംഭവിക്കില്ല, റൈറ്റ്? അപ്പം ബിയോണ്ട് ദാറ്റ് ഞാൻ ഒരു ടെക്നിക്കിന് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിരുന്നത് റെയിൻ ടെക്നിക്. റെയിൻ ടെക്നിക് ഇസ് എ സിംപ്ലസ്റ്റ് ടെക്നിക്. Recognize, accept, investigate, and nurture. Simplest word is RAIN. RAIN. Recognize, accept, investigate, and nurture. So, ഇവിടെ what is recognition? What is recognition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, ഞാൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര പേര് കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം 100% എൻ്റെ അടുത്ത് അറ്റൻറ്റീവ് ആണോ? അതല്ല ഈ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം എന്നും പോലെ ചെവിയിൽ കേട്ടുണ്ട് അവിടെ വേറൊരു പണി അടുപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ ആ ഒരു പേപ്പറിൽ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അല്ല ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ഐ ഷുഡ് റെക്കഗ്നൈസ് റൈറ്റ്ലി അബൌട്ട് ദ സിറ്റുവേഷൻ. ഞാൻ എന്നെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം, ഞാൻ ബാക്കിയുള്ളവരെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം, ഞാൻ എൻവയോൺമെന്റിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. അപ്പം ദാറ്റ് ഈസ് വാട്ട് റെക്കഗ്നൈസിങ്. ദെൻ അക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് മാത്രമേ റൈറ്റ്, ബാക്കി ആര് പറയുന്നതും ശരിയല്ല ഒന്ന് ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ ഐ ആം ഓൾവേസ് റൈറ്റ് എന്ന് പറയുന്നതോ may not be accepted, should not be rather. അപ്പോൾ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ റോയ് സാർ എന്നെക്കാട്ടിൽ നോളജബിൾ എന്ന് പറഞ്ഞ് ഞാൻ റെക്കഗ്നൈസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യണം. അല്ല സാറ് എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, സാറിൻ്റെ കയ്യിൽ കൂടുതൽ മസാല ഉണ്ടെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. ഇതെല്ലാം ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. സോ വി ഷുഡ് റെക്കഗ്നൈസ്, വി ഷുഡ് അക്സെപ്റ്റ് ഇറസ്പെക്റ്റ് ഓഫ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാത്ത രീതിയിൽ പോവുകയാണെങ്കിലും. ഇപ്പം തന്നെ നോക്കുവാണെങ്കിൽ ഇഫ് ഐ ഗോ ലിറ്റിൽ ബിറ്റ് ടു പൊളിറ്റിക്സ്, പല സ്ഥലങ്ങളിൽ പല ആൾക്കാർ എക്സ്പെക്ട് ചെയ്ത രീതിയിലല്ല ആൾക്കാർ വോട്ട് ചെയ്തത് ദെൻ വന്നത്. അത് ചില ഏരിയകളിൽ
അക്സെപ്റ്റ് ചെയ്യാൻ ചിലർക്ക് മടിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മീൻസ് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് പൊളിറ്റിക്സ് പ്ലീസ്, ബട്ട് ഐ എം ഗിവിംഗ് എൻ എക്സാമ്പിൾ ഫ്രം ദാറ്റ് ഈസ് മച്ച് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. അത്രയേ ഉള്ളൂ. ഇപ്പം തന്നെ ഈ തൃശ്ശൂരിൽ നിന്ന ഒരു കാൻഡിഡേറ്റ് ഞാനായിരിക്കണം ജയിക്കണം, ബട്ട് ഐ ഹാവ് ഗോൺ തേർഡ്, ഐ കാൺട്ട് അക്സെപ്റ്റ് ഇറ്റ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. പീപ്പിൾ മേ തിങ്ക് ഇൻ എ ഡിഫറെന്റ് ഫോം അറ്റ് എനി ഡിഫറെന്റ് പോയിന്റ്. അപ്പൊ അതിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം, അതാണ് എനിക്ക് ഈ ഫസ്റ്റ് വന്ന ആൾ പറഞ്ഞതുപോലെ തോന്നും. ഫസ്റ്റ് ഹി ഫെയിൽഡ്, സെക്കൻഡ് ഹി ഫെയിൽഡ്, തേർഡ് ഹി പാസ്ഡ്. ദാറ്റ് മീൻസ് ഹി അക്സെപ്റ്റഡ് ഫസ്റ്റ് ഐ ഫെയിൽഡ്, സെക്കൻഡ് ഓൾസോ ഐ ഫെയിൽഡ്. സോ ഇത് പൊളിറ്റിക്സ് അല്ല കേട്ടോ. കൈൻഡ്ലി ഡു നോട്ട് ഗിവ് മി എനി കളർ ദാറ്റ് ഐ എം ജസ്റ്റ് ഗിവിങ് എ മാനേജ്മെന്റ് എക്സാമ്പിൾ. അത്രയേ ഉള്ളൂ. അപ്പം ഈ അക്സെപ്റ്റൻസിന്റെ ഒരു എക്സാമ്പിൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ, ഞാൻ അക്സെപ്റ്റൻസിനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം വന്ന ഒരു പോയിന്റ് ആണ്. അപ്പം തേർഡ് ഈസ് ഇൻവെസ്റ്റിഗേറ്റ്. അതാണ് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം. വൈ ഡിഡ് ഐ ഫെയിൽ? വാട്ട് മേഡ് മീ നോട്ട് ടു പാസ്? അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യത്തിൽ, ഞാൻ പറഞ്ഞല്ലേ, ഞാൻ കുറേ കാലമാണ് വാട്ട് ഈസ് മെഡിറ്റേഷൻ തപ്പിക്കൊണ്ടിരുന്നത്. മെഡിറ്റേഷന്റെ മീനിങ് മാത്രമല്ല, ഇങ്ങനെ ചെയ്താൽ മെഡിറ്റേഷൻ ആക്കാൻ പറ്റുമോ, അങ്ങനെ ചെയ്താൽ മെഡിറ്റേഷൻ ആക്കാൻ പറ്റുമോ. സാബു സാർ ആൽമോസ്റ്റ് കേട്ടതാണ്. ഞാൻ എല്ലാ തിയറീസും തച്ചുടച്ച് നമ്മളെ രീതിയിൽ മാറ്റിയാൽ തെറ്റാണോ എന്ന് ചിന്തിക്കുന്ന ഒരുത്തനാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ ഈ സിസ്റ്റം പഠിപ്പിച്ച ജോൺ കബട്സിൻ എന്ന് പറഞ്ഞ ഒരാള്, ജോൺ കബട്സിൻ ഇസ് എ ഫൗണ്ടർ ഫാദർ ഓഫ് മൈൻഡ്ഫുൾനെസ്. അദ്ദേഹം തിക് നാട്ട് ഹാൻ എന്ന് പറഞ്ഞ ഒരു ബുദ്ധിസ്റ്റ് കൊറിയൻ ബുദ്ധിസ്റ്റ് മോങ്ക് ഇടത്തിരുന്ന് പഠിച്ചിട്ട് അമേരിക്കയിൽ ചെന്ന് he has removed all the religious contents or religious colors. He has dipped in the science and brought out a simplest theory. അതാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ്, aware, attend, live in the present without pre-judgment and let go with curiosity എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു തിയറി. അപ്പം ഇതിൻ്റെ പ്രൈമറി ഫൗണ്ടിങ് ഫാദർ ആരാന്ന് ചോദിച്ചാൽ, ഐ വിൽ സേ ദാറ്റ് അറൌണ്ട് 10,000 years ബാക്ക് ബുദ്ധ ആൻഡ് സംബഡി. ബട്ട് ഈ തിയറിയെ കറക്റ്റായിട്ട് ഇങ്ങേർക്ക് ട്രാൻസ്ഫർ ചെയ്ത ആള് തിക് നാട്ട് ഹാൻ. മീൻസ് 2023 അദ്ദേഹം മോർട്ടൽ ലൈഫ് വിട്ടത്. തിക് നാട്ട് ഹാൻ, കൊറിയൻ ബുദ്ധിസ്റ്റ് മോങ്ക്. അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടാണ് ഈ സയന്റിസ്റ്റ് ജോൺ കബട്സിൻ വന്ന് ഇന്ത്യയിൽ കൂടെ കറങ്ങി. ഇന്ത്യയിലാണ് കൂടുതൽ കാലം ജീവിച്ചതും. പിന്നെ ഈ മോങ്ങിന്റെ താഴെ പ്ലം വില്ലേജിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്ത് പോയത്. ലാസ്റ്റിൽ പ്ലം വില്ലേജാണ് ഈ തിക് നാട്ട് ഹാൻ റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ നിന്ന് എടുത്തിട്ട് അമേരിക്കയ്ക്ക് ചെന്നിട്ട് മാസച്യൂസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിൽ ചെന്നിട്ട് ഇദ്ദേഹം ഹി മേഡ് ഇറ്റ് ആസ് എ സയന്റിഫിക് മോഡൽ. വൺസ് ഹി ക്യാൻ ഡു ദ ബേസിക്, കിട്ടിയ സാധനത്തിന് വേറെ രൂപത്തിൽ മാറ്റാൻ വിത്തൗട്ട് ചേഞ്ചിങ് ദ ഒറിജിനൽ കണ്ടന്റ്. നമുക്കും ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് തിരിച്ച് ചെയ്യാം. അതുകൊണ്ടാണ് ഒരു സബ്ജക്ട് പഠിപ്പിക്കുമ്പോൾ ഓരോ സാറും ഓരോ രീതിയിൽ പഠിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു തരുന്ന രീതിയായിരിക്കില്ല മൈൻഡ്ഫുൾനെസ്സിനെ ആന്റണി സാറ് പഠിപ്പിക്കുന്നത്. അപ്പം ഓരോരോ രീതിയിൽ, ഇപ്പം റോയ് സാർ മൈൻഡ്ഫുൾനെസ് സുഖമായിട്ട് ക്ലാസ് എടുക്കും, പക്ഷെ സാറ് അബ്സർവ് ചെയ്ത് സാറിൻ്റെ രീതിയിൽ ക്ലാസ് എടുക്കും. അത്രയേ ഉള്ളൂ. അതിൽ നമുക്ക് എന്താ പറയുക, റെയിൻ ടെക്നിക്സിൽ ഇടുവാണെങ്കിൽ ഫസ്റ്റ് റെക്കഗ്നൈസ്, ദെൻ അക്സെപ്റ്റ്, ദ തേർഡ് ഈസ് ഇൻവെസ്റ്റിഗേറ്റ്. ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണോ, ഇങ്ങനെ ചെയ്തപ്പോൾ ഈ റിസൾട്ട് വന്നില്ല, എന്തുകൊണ്ട്? പക്ഷെ ഇങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഈ മാജിക്, ഇന്ന് രാവിലെ ഞാൻ ഒരു 2-3 മാജിക്കുകൾ കാണുമായിരുന്നു. മാജിക് മീൻസ് എന്താ, ടാലന്റ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞിട്ടാണ് പ്രോഗ്രാം കണ്ടത്. അതിൽ മാജിക്കിൽ അവൻ ചടപടാന്ന് ചെയ്യുമായിരുന്നു ഫാസ്റ്ററായിട്ട്. ബട്ട് ഞാനത് കുറേ സമയം റിപ്പീറ്റ് ചെയ്ത് ചെക്ക് ചെയ്തപ്പം ഐ ഗോട്ട് പോയിന്റ്. പക്ഷെ പ്രാക്ടിക്കലി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. ബിക്കോസ് ഹി വാസ് ദാറ്റ് മച്ച് ഫാസ്റ്റർ ബിക്കോസ് ഓഫ് പ്രാക്ടീസ് എന്ന് വെച്ചോളുക. അപ്പം നമ്മൾ എന്തൊരു കാര്യം കണ്ടാലും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് റൈറ്റ് ഓപ്ഷൻസ്. അപ്പം അത് മാത്രമല്ല, എന്തുകൊണ്ട് ചെയ്യുന്നെന്ന് മനസ്സിലാക്കി ചെയ്യുക. ഇപ്പൊ ഞാൻ നോർമലി ചോദിക്കാറുണ്ട്, നമ്മൾ ഈ 1, 2, 3, 4, 5, 6, 7, 8, 9, 9 കഴിഞ്ഞാൽ 10, 10 കഴിഞ്ഞാൽ 11, ഹൂ ഹാസ് ടോട്ട് us? നമ്മൾ ഇന്ന് വരെ വൈ എന്ന് ചോദിച്ചിട്ടില്ല, ഹൗ എന്നും ചോദിച്ചിട്ടില്ല. വി ആർ നോട്ട് ഇൻവെസ്റ്റിഗേറ്റഡ് അറ്റ് ഓൾ.
വി ജസ്റ്റ് ഗോട്ട് എ ഡെഫിനിഷൻ ഫ്രം സംബഡി. നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു തിയറി ഉണ്ടാക്കി കേട്ടോ സാർ, 9 ശേഷം 10 എങ്ങനെ വന്നതെന്ന്. ഐ ഫൗണ്ട് ഔട്ട്, എവറിബഡി അപ്രീഷിയേറ്റ്സ്. ബിക്കോസ് അത് പറയുകയാണെങ്കിൽ അത് ഒരു ഹാഫ് ആൻ അവർ എടുക്കും. 9, വൈ ആഫ്റ്റർ 9, 10, വൈ നോട്ട് 11, വൈ നോട്ട് സംതിങ് എൽസ് 21. കറക്റ്റ് ഇതുണ്ട്. അത് നമ്മൾ സൈക്ലിക് സിസ്റ്റം മാത്രം പഠിച്ചാൽ മതി, സിംപ്ലറാണ് ഇത്. പക്ഷേ പല മാത്സ് സാറുകളുടെ അടുത്ത് ഞാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ദേ വർ നോട്ട് ഏബിൾ ടു ആൻസർ. ദേ സെഡ് ദാറ്റ് 9 ശേഷം 10 വരത്തുള്ളൂ. 10 എന്ന് പറഞ്ഞാൽ എന്താ? 10. ഓക്കെ, ഹൂ ടോട്ട് യു? മൈ ടീച്ചർ ടോട്ട്, ഓർ മൈ പാരൻസ് ടോട്ട്. അതിന് എന്ത് തെറ്റുണ്ടോ? അതെന്തിനാ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം? ഇതാണ് നമ്മളെ ഒരു നോർമൽ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് വിൽ നോട്ട് ബി ദയർ. യു ഗോ ഓൺ ഓട്ടോ പൈലറ്റ് മോഡ്, അല്ലെങ്കിൽ ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക് ആർ ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നമ്മളറിയാതെ ഒരു കാര്യത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കും. ദാറ്റ്സ് വാട്ട് ഓട്ടോ പൈലറ്റ് മോഡ്. ഓട്ടോ പൈലറ്റ് മോഡ് എന്താണ്? എല്ലാ ദിവസവും രാവിലെ എഴുന്നേച്ചാൽ പല്ല് തേക്കണം, ടോയ്ലറ്റ് പോകണം, ചായ കുടിക്കണം, അത് കഴിഞ്ഞാൽ കുളിക്കണം, അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അത് കഴിഞ്ഞാൽ കുറേ പണിയെടുക്കണം, ഉച്ചയ്ക്ക് വിശക്കും ആഹാരം കഴിക്കണം, വൈകിട്ട് വിശക്കും ആഹാരം കഴിക്കണം, ഉറങ്ങണം. ഇത് ആൾമോസ്റ്റ് ഒരു ചെറിയ ഡീവിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം ആർക്കും. ചിലർ 7 മണി കഴിക്കും, ചിലർ 8 മണിയായിരിക്കും, ചിലർ 9:30 ആയിരിക്കും. അല്ലെങ്കിൽ ചിലർ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കുറച്ച് എന്താ പറയുക, ലിക്വിഡ് സ്റ്റേറ്റ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് കൂടുതലായിരിക്കാം. സോളിഡ് സ്റ്റേറ്റ് കുറേ കൂടെ കണ്ടന്റ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ സോളിഡിറ്റിയുടെ ലെവൽ കൂടുതലായിരിക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. വൈ വി ഷുഡ് ഹാവ് ഇറ്റ് ലൈക്ക് ദിസ്? നമുക്ക് ഒരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി H2O വേണം, O2 വേണം. ഇത് രണ്ടും കഴിക്കാതെ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ somebody found answer for that, especially the people who are running with NASA. അവരെല്ലാം കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒയ്യുന്നോ, അല്ലെങ്കിൽ ദേവർ ഈ റെയിൻ ടെക്നിക്കിലെ ഐൻ്റെ പുറകിൽ പോയിക്കൊണ്ടാണ് ഇത്രയും കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയത്. ഐ മേ ബി റൈറ്റ്, ഐ മേ ബി റോങ്. കൈൻഡ്ലി കറക്റ്റ് മീ ഇൻ കേസ് ഇഫ് എനിബഡി ഫീൽസ് ദാറ്റ് ഞാൻ ചുമ്മാ ബ്ലബിള അടിക്കുക എന്ന് പറഞ്ഞാൽ ഐ എം 100% റെഡി ടു ചേഞ്ച് മൈസെൽഫ്, ബിക്കോസ് ഐ ആം ദ പേഴ്സൺ ഹൂ ഈസ് ഓൾവേസ് ഹാവിങ് അക്സെപ്റ്റൻസ് മോഡ്. അതിനകത്ത് ഒരു കുഴപ്പമില്ല. എല്ലാവരുടെ തിയറിയും ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് റൈറ്റ്ലി എന്നാണ് ചിന്തിക്കുന്നത്. എനിക്ക് എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കൂടെ എനിക്ക് ഓരോന്നും ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ കിട്ടിയ ഒരു കാര്യമാണ് പറഞ്ഞത്. ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് ആൾസോ മോർ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരു മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കണമെങ്കിൽ വി ഷുഡ് ഫസ്റ്റ് റെക്കഗ്നൈസ് myself, recognize others' action, recognize society, and we should start recognize each and everything. Sometimes ഒരു വർക്കും വേറൊരു വർക്കും കോർഡിനേഷൻ ചെയ്യാൻ വേണ്ടി പ്രോബ്ലം വരാം. ആ പ്രോബ്ലത്തിന് പോലും we should recognize rightly. അത് അഗൈൻ ഇഫ് ഐ ഗോ ടു പോളിറ്റിക്സ്, ഇന്നത്തെ പ്രധാനമന്ത്രി എല്ലാം പുള്ളിയുടെ പേരിൽ മാത്രമാണ് കഴിഞ്ഞ 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ ഓടിക്കൊണ്ടിരുന്ന MODI എന്ന വാക്കിൽ മാത്രം. ബട്ട് ഹി ഹാസ് ബീൻ ആസ്ക്ഡ് ടു കറക്റ്റ് നൗ ആസ് ഇറ്റ് വാസ് നോട്ട് 4-letter വേർഡ്, ഇറ്റ് ഈസ് 3-letter വേർഡ് ആസ് NDA എന്ന് പറഞ്ഞതിനെ അഗൈൻ ഐ സേ ദാറ്റ് ഇറ്റ്സ് എ സിമ്പിൾ മാനേജ്മെന്റ് തിയറി. ഐ ആം ട്രൈയിങ് ടു ടെൽ ദാറ്റ്, നോട്ട് പൊളിറ്റിക്സ്. ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹി കുഡ് റെക്കഗ്നൈസ് ഹിംസെൽഫ് ദാറ്റ് യെസ് മൈ 4-letter വേർഡ് വാസ് നോട്ട് സക്സസ്ഫുൾ, ബട്ട് 3-letter വേർഡ് ഹാസ് ടു ബി പ്രൊനൗൺസ്ഡ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ്ലി ഇറ്റ് വാസ് ബീൻ അക്സെപ്റ്റഡ് ബൈ ദ 4-letter gentleman. And these all occurred because of investigation. And day before yesterday, നാഗ്പൂരിന്റെ ഹെഡ് വിളിച്ചു പറഞ്ഞതായിട്ട് മനസ്സിലായി, ഹിയർ ആഫ്റ്റർ ദ 4-letter വേർഡ് ഹാസ് ടു ബി ടോട്ടലി എറേസ്ഡ് ഫ്രം എവരിവെയർ. ഇറ്റ് ഈസ് നോട്ട് ഇൻഡിവിജ്വൽ സെൻട്രിക്, ദിസ് ഈസ് ഓൺലി ദ ഫ്ലാഗ് സെൻട്രിക് എന്നൊക്കെ പറഞ്ഞതുപോലെയാണ് ഞാൻ വായിച്ചത്. അപ്പം ഇൻവെസ്റ്റിഗേഷൻ ഹാസ് അക്കേർഡ് ടു ഫൈൻഡ് ഔട്ട് where is a loss, where is a win. അപ്പം ഈ റെയിൻ ടെക്നിക് ക്യാൻ ബി ഇംപ്ലൈഡ് എനിവെയർ ആൻഡ് എവരിവെയർ. വളരെ സിമ്പിളറാണ്. എനിവെയർ ആൻഡ് എവരിവെയർ ചെയ്യണമെങ്കിൽ വി ഷുഡ് ഫസ്റ്റ് റെക്കഗ്നൈസ് വൺ സെൽഫ്, റെക്കഗ്നൈസ് അതേഴ്സ്,
recognize others' action, recognize others' actions, reaction on me, or my reaction towards others, or others' reaction towards my action. ഇങ്ങനെ കുറേ ഇതിൻ്റെ സബ് കൊറാറീസ് വരും. അപ്പം ഞാൻ ടോപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്ഷനായിട്ട് പറഞ്ഞാൽ റെയിൻ ടെക്നിക്സ് റെക്കഗ്നൈസ്. അപ്പം എവിടെയൊക്കെ റെക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടി ടു സെക്കൻഡ് പാർട്ടി, സെക്കൻഡ് പാർട്ടി ടു ഫസ്റ്റ് പാർട്ടി, ഫസ്റ്റ് പാർട്ടി തേർഡ് പാർട്ടി, തേർഡ് പാർട്ടി ടു ഫസ്റ്റ് പാർട്ടി, ഫസ്റ്റ് പാർട്ടി ടു സെക്കൻഡ് പാർട്ടി, തേർഡ് പാർട്ടി, ആൻഡ് ഫസ്റ്റ് പാർട്ടി ടു ഫോർത്ത് പാർട്ടി, ഫോർത്ത് പാർട്ടി ടു ഫസ്റ്റ് പാർട്ടി, ഫോർത്ത് പാർട്ടി ടു ഫസ്റ്റ് പാർട്ടി, സെക്കൻഡ് പാർട്ടി, തേർഡ് പാർട്ടി. ഇങ്ങനെ നിങ്ങളൊരു 8 സബ്സെക്ഷൻസ് ഉണ്ടാക്കാം. ചോയ്സ് ഇസ് യുവേഴ്സ്. ഞാൻ കുറച്ച് എക്സ്ട്രാ തിയറി ഹാർഡായിട്ട് പോകുമെന്നാണ് എനിക്കൊരു ഡൗട്ട്. ഞാൻ ഐ വിൽ കം ബാക്ക് സ്ലോലി സിമ്പിൾ. അപ്പോൾ റെയിൻ ടെക്നിക്സ് ഇസ് എ സിംപ്ലസ്റ്റ് ടെക്നിക്. അത് എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് റെക്കഗ്നൈസ്, സ്റ്റാർട്ട് അക്സെപ്റ്റ്. ആഫ്റ്റർ റെക്കഗ്നൈസിങ് that Ilango is taking a session on mindfulness and a different form and a different views, and somebody are listening it rightly, I should accept it. Somebody are contradicting, also I should accept it. ഞാൻ പറഞ്ഞ വാക്കുകൾ എല്ലാം സത്യമല്ല, ഞാൻ കുറേ ഇതിൻ്റെ പുറകെ നടന്നപ്പോൾ എനിക്ക് കിട്ടിയ ആംഗിളാണ്. അതുകൂടെ നമ്മൾ ട്രെയിനേഴ്സ് തൈരിയിൽ എല്ലാവരും പറയും, ഞാൻ ഇവിടെ നിന്ന് 6 എന്ന് എഴുതിയിട്ട് ഇങ്ങപ്പുറത്ത് നിന്ന് when I read a 6, റോയ് സാർ അതിൻ്റെ ഓപ്പോസിറ്റിൽ നിൽക്കുമ്പോൾ റോയ് സാർ വിൽ ബി സെയിങ് ദാറ്റ് ഇറ്റ് ഇസ് 9. അപ്പം I should recognize that he may be also right. I should accept him. Then I should investigate why he said 9 when it is 6. ഇതാണ് സിംപ്ലസ്റ്റ് വേർഡ് ഞാൻ പറയാം. അപ്പം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മനസ്സിലാവും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി നിന്ന് കഴിഞ്ഞാൽ വേറൊരു സംഖ്യയായിട്ട് പോലും നമുക്കത് കാണാൻ കഴിയും. സോ ഹി ഈസ് റൈറ്റ്. ദെൻ നർച്ചർ ഇറ്റ്. സിമ്പിൾ. വാട്ട് ടൈപ്പ് ഓഫ് നർച്ചറിങ്? അതിന് വളരാൻ അനുവദിക്കുക. എന്തിനു വളരാൻ അനുവദിക്കുക? വേറൊരാൾ പറയുന്ന തിയറിയും വേറൊരാൾ പറയുന്ന ഐഡിയാസും അല്ലെങ്കിൽ സജഷൻസും നമുക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഫ്രം ദാറ്റ് ആംഗിൾ എനിക്ക് ഞാൻ റൈറ്റ് എന്നും തോന്നുന്നത് മാത്രമേ ഞാൻ പറയാറുള്ളൂ. ബട്ട് വെൻ ഇറ്റ് ഈസ് ബീൻ ഫൗണ്ട് ബൈ അതർ ഇൻ സം അതർ ആംഗിൾ, അതിനും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, നമ്മൾ അതിന് നർച്ചർ ചെയ്യണം. ഫൈനലി അതാണ് പണ്ടത്തെ RBI ഗവർണർ പറഞ്ഞു തന്നത് ഒരു തിയറി. ഞാൻ അങ്ങോട്ട് അഗൈൻ ഐ എം നോട്ട് ഗോയിങ് ദാറ്റ് സൈഡ്. അതൊക്കെ പോയാൽ കഥ കൂടി പോകും. സോ റെയിൻ ടെക്നിക് ഇസ് എ സിമ്പിൾ ടെക്നിക് കാൾഡ് റെക്കഗ്നൈസ്, അക്സെപ്റ്റ്, ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് നർച്ചർ. അല്ലെങ്കിൽ ചിലർ പറഞ്ഞു തരും നോൺ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയും. നർച്ചറിന് പകരം നോൺ ഐഡന്റിഫിക്കേഷൻ. നോൺ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പം ഉത്തരങ്ങൾ കിട്ടാതെ വരുന്നതെല്ലാം നോൺ ഐഡന്റിഫിക്കേഷനകത്ത് തള്ളിവിട്ടിട്ട് പോട്ടെ ലെറ്റ് ഗോ എന്ന് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. വാട്ട് ഈസ് ലെറ്റ് ഗോ? ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ ഈ കാലമും കടന്നു പോകും. ഈ കാലമും കടന്നു പോകും എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എക്സ്ട്രാഡിനറി, ഞാൻ കല്യാണം കഴിഞ്ഞ് അന്നത്തെ ദിവസം തൊട്ട് 2 ദിവസം ഞാൻ അർമാദിക്കുകയായിരുന്നു ഭയങ്കരമായിട്ട്. ബട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതെല്ലാം തണുത്ത് നോർമലായിപ്പോയി. സോ ആ കാലം കടന്നുപോയി. അതേപോലെ എൻ്റെ മദർ എക്സ്പയർഡ് ആയപ്പോഴും ഐ ഹാവ് ബീൻ ഇൻ ദ എക്സ്ട്രീം സോറനസ്. എൻ്റെ ബെറീവ്മെൻറ്റ് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റിയത് ബിക്കോസ് ഐ വാസ് സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് മൈൻഡ്ഫുൾനെസ്. ഞാൻ റെക്കഗ്നൈസ് ചെയ്ത്, ഞാൻ അക്സെപ്റ്റ് ചെയ്ത്, യെസ്, എനി പേഴ്സൺ ഹൂ കം ടു ദ വേൾഡ് ഹാസ് ടു ഗോ ബാക്ക് വൺ ഡേ, ഡിറ്റാച്ചിങ് എവറി റിലേഷൻഷിപ്പ് ഇറസ്പെക്റ്റ് ഓഫ് വെദർ ഏജ് ഈസ് ഹയർ ഓർ ഏജ് ഈസ് ലോയർ. നമ്മൾ ഒരു ദിവസം പോകുമ്പോൾ മറ്റുള്ളവരുടെ കൈ പിടിക്കാൻ ഒക്കില്ല, വിരൽ പിടിക്കാൻ പറ്റില്ല. ട്രെയിൻ നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ പോകുന്നത് പോലെ ചില സമയങ്ങളിൽ ചില ആൾക്കാർ പോയിക്കൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും. ഇന്ന് തന്നെ ഞാൻ ഉച്ചയ്ക്ക് ന്യൂസ് കേട്ടിയപ്പം കുവൈറ്റിൽ 40 മെമ്പേഴ്സ് സെറ്റ് അബ്ലേസോ എന്തോ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിൽ ഒരു കൊല്ലംകാരനും ഉണ്ടായിരുന്നു, ബാക്കി ഒരു 3 പേര് എന്തോ തമിഴന്മാരുണ്ടായിരുന്നു എന്നാണ്. ഞാൻ ജസ്റ്റ് ഓവർ ഹിയർ ചെയ്തതാണ്.
അപ്പം കുറേ പേര് മൂവ് ചെയ്യുമ്പം ഏതൊക്കെ കുടുംബത്തിൽ ആരൊക്കെ കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഇറ്റ്സ് റിയലി വെരി വെരി ഹാർഡ് ന്യൂസ് ടു ഹിയർ. ഹവർ വി ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ് സംബഡി ഹാസ് മൂവ്ഡ് ഔട്ട് ഓഫ് us. അപ്പം അതാണ് അങ്ങനത്തെ സിസ്റ്റത്തിനെ എയ്തർ നോട്ട് ഐഡന്റിഫൈ ഇറ്റ് or if you identify it rightly, nurture it. Simplest theory ആണ്. The theory നമുക്ക് ഞാൻ ഐ വിൽ ഗിവ് 1 or 2 minutes. നമുക്ക് ഒരു 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. Then we will move on. റെയിൻ ടെക്നിക്കിനെ കുറിച്ച് ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് യെസ് പ്ലീസ്. ഇറ്റ്സ് Yes, ഫോർ പബ്ലിക് ഫോറം. റെയിൻ ടെക്നിക്ക് പ്രായോഗിക ജീവിതത്തിൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ പറയാം. സാർ അതിനെ കോംപ്രമൈസ് ചെയ്യും. സാറേ, ഈ റെക്കഗ്നൈസ് ചെയ്യാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിന് ശേഷം അങ്ങ് ആക്സെപ്റ്റ് ചെയ്താൽ പോരെ? എങ്ങനെ സാർ? റെക്കഗ്നൈസ് ചെയ്തു, then ഇൻവെസ്റ്റിഗേറ്റ്, ഓക്കെ then സാർ. accept. ഇതിലേക്ക് റൈറ്റ് സാർ, വെരി ട്രൂ. ഇതിനെ ഞാൻ 6 എന്ന് എഴുതിയ, അല്ല 6 എന്ന് എഴുതിയ ഒരു ലൈന് സാർ 9 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് വരെ എന്തുകൊണ്ട് വെയിറ്റ് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി ഐ റെക്കഗ്നൈസ് ദാറ്റ് യു സെഡ് ഇറ്റ് 9. ലെറ്റ് മീ അക്സെപ്റ്റ് യു ഫസ്റ്റ്. ദാറ്റ് മീൻസ് സാർ 9 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മൈറ്റ് ബി സം റീസൺ ദാറ്റ് യു സെഡ് 9. ഞാൻ 5 മാറും 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ അത് കോൺട്രഡിക്റ്റ് ചെയ്തോ? ചെയ്യുന്നില്ല. ബട്ട് വെൻ ഐ സേ സം വേർഡ്സ് ദാറ്റ് യു ആർ കോൺട്രഡിക്റ്റിംഗ് ആൻഡ് സേയിങ് സംതിങ്, ദാറ്റ് മീൻസ് യു ഹാവ് സം റീസൺ ഫോർ യു. സാർ അത് വേറൊരു വിഭാഗത്തിൽ കൂടെ, വേറൊരു ആംഗിളിൽ കൂടെ, വേറൊരു ടെലസ്കോപ്പിൽ കൂടെ, വേറൊരു കണ്ണിൽ കൂടെ കണ്ടു. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി സാർ റെക്കഗ്നൈസ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് പറയുക, ഇൻവെസ്റ്റിഗേഷന് കുറേ സമയമെടുക്കും. ഇപ്പം തന്നെ സിദ്ധാർത്ഥന്റെ എന്ന് പറഞ്ഞ ഒരു പൂക്കുറ്റി അല്ലേ സാർ, പൂക്കോടിലെ ഒരു പയ്യൻ നഷ്ടപ്പെട്ടപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് എത്രയോ മാസമായി, ഇപ്പൊ 2 മാസമോ 3 മാസമോ കഴിഞ്ഞു. ഇനിയും ഇൻവെസ്റ്റിഗേഷൻ ഒരു രീതിയിൽ എത്തിയിട്ടില്ല. അപ്പം സാറിന്റെ ഇൻവെസ്റ്റിഗേഷൻ, ഞാൻ പറഞ്ഞല്ലേ, ഞാൻ മെഡിറ്റേഷൻ, വാട്ട് ഈസ് മെഡിറ്റേഷൻ എന്ന് ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കുറേ കാലം നടന്നു. കുറേ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കാന്ന് വെച്ചോളുക സാറ്. അപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ആൻസർ കിട്ടും. ആ ആൻസർ തന്നെ എപ്പോഴും ഫൈനൽ ആകണമെന്നില്ല. വെൻ യു റീഡ്, പ്രത്യേകിച്ച് പോയം, പാട്ടുകൾ അല്ലെങ്കിൽ കവിതകൾ സാർ വായിച്ചാൽ ആദ്യത്തെ വായനയിൽ ഒരു അർത്ഥം കിട്ടും. രണ്ടാമതോ പിന്നെ വായിച്ചാൽ കുറച്ചുകൂടെ വേറൊരു ക്ലാരിറ്റി വരും. മൂന്നാമത് വായിച്ചാൽ ചിലപ്പം എൻ്റയർലി ഡിഫറെൻ്റ് രീതിയിൽ സാറിന് അർത്ഥങ്ങൾ കിട്ടും, അല്ലേ? അതുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പം സാറ് അതിന് അക്സെപ്റ്റൻസിലോട്ട് വരത്തില്ല ഫൈനലി. അപ്പൊ ഫസ്റ്റ് റെക്കഗ്നൈസ്, അക്സെപ്റ്റ് ഇറ്റ്. അതുകൊണ്ടാണ് ഈ മൂന്നാമത് കൊണ്ട് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ 6 തുടങ്ങാമായിരുന്നു. സാർ പറഞ്ഞ പോലെ നല്ലൊരു ചോദ്യമാണ് സാർ. ഐ റിയലി ലവ്ഡ് ഇറ്റ്. സാറേ, ഞാനും ചോദ്യം ചോദിക്കട്ടെ? യെസ് സാർ. അബ്ദുൾ റഹ്മാൻ സാർ. ഓക്കെ, ഗുഡ്. റഹീം താങ്ക് യു. സാർ. 9 + 1 യെസ് സാർ. is equal to 10. Okay. ഓക്കെ. Or 5 + 5 10. ഇതിന്റെ മെറിറ്റ് രണ്ടും ഈക്വൽ ആണോ അല്ലയോ? സാറിന്റെ അഭിപ്രായം എന്താ? രണ്ടും മെറിറ്റോറിയസ് ബേസിൽ, മെറിറ്റ് ബേസിൽ ഇല്ല, മെറിറ്റ് സാറ് ഇപ്പോൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഒന്ന് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ സിസ്റ്റം. സാർ ന്യൂമറിക്കൽ സിസ്റ്റത്തിൽ 5ഉം 5ഉം 10 എന്ന് എടുത്തു. വേറൊന്നില് മെറിറ്റോറിയൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞ സാറിന് ഇപ്പോൾ 2 പാർട്ടി ചേർന്നിട്ട് ഭരിക്കാൻ പോവാണ്. ഒരാൾക്ക് 5 MLA, അടുത്ത ആൾക്ക് 5 MLA. 10 ഇസ് എ സുപ്പീരിയർ എന്ന് വെച്ചോളാം. മൊത്തത്തിൽ 15 പേരെ ഉള്ളു ആ അസംബ്ലിയിൽ. അപ്പം അവിടുത്തെ കണ്ടീഷനും സാർ 9 + 1 സാർ നോക്കുക. ഒരാൾക്ക് ഒരു പാർട്ടിക്ക് 9ഉം വേറൊരു പാർട്ടിക്ക് 1ഉം. എങ്ങനെയുണ്ട് സാർ എന്റെ എക്സാമ്പിൾ? അങ്ങനല്ല, ഞാൻ പറയുന്നത് എങ്ങനെയാ അറിയോ? 9 + 1 is equal to 10, 5 + 5 is equal to 10. ഇതിന്റെ മെറിറ്റോറിയസ് ബേസിൽ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണോ അല്ലയോ എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് അല്ല എന്നുള്ളതാണ്. അതിനുള്ള എവിഡൻസോടുകൂടി ഞാൻ പറഞ്ഞുതരാം. പറയട്ടെ? ഓക്കെ. ഒരു
എക്സാമിനേഷൻ നടക്കുകയാണ്. ഓക്കെ, ടോട്ടൽ മാർക്ക് 2 ക്വസ്റ്റ്യൻ ആണുള്ളത്, 10 മാർക്ക് പ്ലസ് 10 മാർക്ക്. ടീക്കെ, അതില് മാക്സിമം നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് 50% കൊടുക്കുള്ളൂ നമ്മൾ. ദാറ്റ് മീൻസ് ഒരു ക്വസ്റ്റ്യന് 10 മാർക്ക് ആണെങ്കിലും മാക്സിമം 55 മാർക്കേ കൊടുക്കുള്ളൂ. അങ്ങനെ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ് നമ്മളെ പാർട്ടി, ഇവാലുവേഷൻ ചെയ്യുന്ന ടീം. ഓക്കെ, അങ്ങനെ ഇപ്പൊ 2 കുട്ടികൾ അറ്റംപ്റ്റ് ചെയ്തു. ഒരു കുട്ടിക്ക് 5+5 കിട്ടി, മറ്റേ കുട്ടിക്ക് 9+1 കിട്ടി. ഓക്കെ, അങ്ങനെ ആവുമ്പോ ഇതിന്റെ നോക്കുമ്പോ അതിൽ മെറിറ്റ് കിട്ടിയത് ആരെന്ന് വെച്ചാൽ 5+5 കിട്ടിയ ആളാണ് മെറിറ്റോറിയസ് ആയിട്ട്, കാരണം അവന് മാക്സിമം നമ്പർ കിട്ടിയിട്ടുണ്ട് എക്സാമിനേഷന്. ഓക്കെ, സാറ് പറഞ്ഞതില് എനിക്ക് ഒരു ചെറിയ കിട്ടിപ്പോയി. ഒരാൾക്ക് 9 കിട്ടൂല, 9+1. അതെ. അപ്പൊ സാറിന്റെ എക്സാമ്പിളിൽ ഒരു ചെറിയ വ്യത്യാസം എക്സാമ്പിൾ തെറ്റിപ്പോയി. പക്ഷെ അങ്ങനെ തെറ്റിക്കണേ. അങ്ങനെ ആവുമ്പോ എങ്ങനെ അറിയാം, നമ്മൾ ഈ മെറിറ്റോറിയസ് ആയി നോക്കുമ്പോ ഈ 5+ ആക്കി മാക്സിമം കിട്ടിയല്ലോ ആൾക്ക്. അപ്പൊ ആ നിലക്ക് അയാളാണ് മെറിറ്റോറിയസ്ലി ഗുഡ് എന്നുള്ള നിലക്ക് അയാളെ സെലക്ഷൻ ആവും, മറ്റയാൾ തോൽക്കുള്ളതാണ്. അതിന് വേറൊരു എക്സാമ്പിൾ കണ്ടെത്തി പറയേണ്ടി വരും. പക്ഷെ അതുകൊണ്ട് 9+1 5+5 ഈക്വൽ അല്ല എന്നാണ് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. ഈക്വൽ അല്ല എന്നല്ലേ ഞാൻ ഇപ്പം പറഞ്ഞത്. കറണ്ട് അഫയേഴ്സ് വെച്ച് ഇലക്ഷൻ നടന്നുകൊണ്ട് ഞാൻ രണ്ട് പാർട്ടി 5-5 നിൽക്കുവാണെങ്കിൽ രണ്ടുപേരും തുല്യതയായിട്ട് നിൽക്കും. പ്രശ്നങ്ങൾ കൂടുതൽ വരത്തില്ല. They will go with right common minimum program, CMP. ബട്ട് 9+1 വന്നു കഴിഞ്ഞാൽ ഞാൻ സുപ്പീരിയർ ആണെന്ന് വെക്കും, അടി വെക്കും, സാർ ഇങ്ങനെ വെച്ചാൽ മതി. നമ്മൾ മാക്സിമം 5 കൊടുക്കുക എന്നുള്ള നിലക്കല്ല നമ്മൾ പറയാൻ പോണത്. ഇനി മാർക്ക് കൊടുക്കാം. ठीक है, അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് 9+1 ഒരാൾക്ക് 5+5 കിട്ടിക്കഴിഞ്ഞാല് ഈ ഒരാൾക്ക് ഈ 5+5 കിട്ടിയ ആളാണ് മുന്തി നിൽക്കുന്നത്. കാരണം അയാൾക്ക് അറ്റ്ലീസ്റ്റ് 50% 2 ക്വസ്റ്റ്യനും അറിയാം. മറ്റേ ആൾക്ക് ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് അറിയാം, പക്ഷെ ഒരു ക്വസ്റ്റ്യൻ തീരെ അറിയില്ല. അപ്പൊ അയാളെ നോളേജ് വളരെ വീക്ക്. അതിന് സാർ ഇങ്ങനെ അല്ല ഡെഫിനിഷൻ മാറ്റിക്കൊള്ളുക. 2 പേപ്പറിലും പാസ്സായാൽ മാത്രമേ ഈ സെറ്റ് ബി പാസ്ഡ് കാൻഡിഡേറ്റ് നിൽക്കുക. ഓക്കെ, അപ്പൊ അത് ശരിയോ? ഓക്കെ, ഗുഡ്. അതെ, അങ്ങനെ ആക്കിക്കൊള്ളുക. സാറിന് ഇതെല്ലാം നിമിഷം കൊണ്ട് മാറ്റാം സാർ. അത്രേ ഉള്ളൂ. 2 പേപ്പറും പാസ്സാണ്. 4 is a pass percentage. He got 5 both. അപ്പൊ 9+1 5+5 ഈക്വൽ അല്ല എന്നാണ് ഇപ്പൊ നമുക്ക് ലോജിക്കലി നമുക്ക് അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും. അതെ, വെരി ട്രൂ സാർ. സിമ്പിൾ ആയിട്ട് സാധിക്കും. അത് ഞാൻ അതാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ബേസിക്കലി ഒരു മാത്തമെറ്റിക്സില് കുറച്ച് ഇൻട്രസ്റ്റ് കാണിച്ച ആളായത് കൊണ്ട് when you say numerically 5+5 and 9+1 are equal. Rather equal അല്ല, equivalent എന്ന് പറയും. ഇതിന്റെ വാലൻസി ഈക്വൽ ആണ്, പക്ഷെ ഈക്വൽ അല്ല. നമ്മള് ഈ 5ാം ക്ലാസ് സബ്ജക്ട് പറയുന്ന പോലെയാണ് ഈക്വൽ എന്ന് പറഞ്ഞത് സാർ. നത്തിങ് ഈസ് ഈക്വൽ ഇൻ ദ വേൾഡ് എന്നാണ് നമ്മൾ അഡ്വാൻസ് മാത്സ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പം അതിനാണ് ഒരു വാക്ക് തന്നിട്ടുള്ളത്, ഈക്വിവാലന്റ്. അത് വാലൻസി ലെവൽ ബിക്കംസ് ഈക്വൽ. പിന്നെ വാലൻസി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് പോകണം, അതൊക്കെ ഒന്നും വേണ്ട. അതെല്ലാം പറയുമ്പോൾ നമ്മൾ ഇന്ന് മൈൻഡ്ഫുൾനെസ് സെഷൻ എടുക്കുമ്പോൾ ഞാൻ മൈൻഡ്ഫുൾനെസ് കുറച്ച് ആൾക്കാർക്ക് സിമ്പിളറായിട്ട് മനസ്സിലാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാണ് ഞാൻ ബേസിക് കുറെ എടുത്ത് കുറെ ക്ലാസ്സസ് പ്രോബ്ലി ഇത് 10-12ാമത്തെ ക്ലാസ് ആണ് അല്ലേ സാർ? എത്രാമത്തെ ക്ലാസ് എന്ന് ഞാൻ സാബു സാറെ കറക്റ്റ് ആയിട്ട് പറയത്തുള്ളൂ. അപ്പം ഞാൻ ഓരോ ദിവസം ഓരോന്നാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ബൈ വിച്ച് ഇറ്റ് ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ടു ആൾ. ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഇൻസുലയെ കുറിച്ച് വരെ എടുത്തു. ഇൻസുല നോർമലി ഞാൻ വലിയതായിട്ട് പോകാറില്ല, ബട്ട് അതൊരു ഡീപ്പർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പ്രീഫ്രണ്ടൽ കോർട്ടക്സ്, ഹിപ്പോ കാമ്പസ്, അതിനിടയ്ക്കുള്ള മെഡുല്ല ഒബ്ലിംഗേറ്റ അമിഗ്ഡല, ഈ 3നും എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ബട്ട് ഇൻസുലിനെ കുറിച്ച് വലിയതായിട്ട് പോയിട്ടില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ അതിൽ തന്നെ എൻ്റെ സ്ലൈഡിലിരുന്ന് തന്നെ ഇൻസുലയെ കുറിച്ചും കൂടെ, ഇൻസുല എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളല്ല, അത് ഓരോ ടേസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാധനമാണ്. അത് റിസ്ക് റിവാർഡ് ബിഹേവിയറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം ഡോപ്പമിൻ കൂടാനുള്ള ഒരു സാധനം കൂട്ടാം. അപ്പോൾ വാട്ട് ഈസ് ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ റിവാർഡ് ഹോർമോണാണ്. റിവാർഡ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഇളങ്കോ ക്ലാസ് കഴിഞ്ഞ ഉടനെ, ഇളങ്കോ യു ഹാവ് ഡൺ എ വണ്ടർഫുൾ തിങ്, യു ടോക്ട് അബൌട്ട് സംതിങ് എൽസ് ഡിഫറൻ്റ്ലി എന്ന് പറഞ്ഞ് എന്നെ ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ വാതിൽ വിട്ട് ഇറങ്ങുമ്പോൾ പറയും, എൻ്റെ മിസ്സസിനടുത്ത് പറയാൻ, നല്ല ക്ലാസ് എടുത്തൊന്നും ഒന്നും പറയൂ
എന്ന് പറയും. അപ്പം പറയുമ്പോൾ എനിക്ക് കുറച്ച് ഒരു ചെറിയ രീതിയിൽ ഡോപ്പമിൻ കൂടും. ഡോപ്പമിൻ കൂടുമ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ തുള്ളിച്ചാടും. അപ്പം വെൻ ഐ വിൽ ബിക്കം ഇമ്മീഡിയറ്റ്ലി എ സ്മോൾ ബോയ്. ഇങ്ങനൊക്കെ കുറേ സാറ് ചെയ്തുകൊണ്ട് വരിക. ഞാൻ എൻ്റെ ഓഫീസിൽ സാർ എൻ്റെ ഓഫീസിൽ നമ്മള് ന്യൂമറിക്കലി ഈക്വൽ ബട്ട് അൺഈക്വൽ എന്ന് പറയുന്നത് അവിടെ എന്താ പറയേണ്ടത് നമ്മള്? അല്ല സാർ ഈക്വലേ നിർത്തുക, ഈക്വലന്റ് എന്ന് പറഞ്ഞു പോകുക. ഓക്കെ. When you talk on numerical system, it is equivalent. Okay. Otherwise, but on weightage basis, it is not at all. എന്ന് പറഞ്ഞു സാറ് പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാ. ഞാന് എൻ്റെ മൈൻഡ് എപ്പോഴും ഈ കറണ്ട് സിസ്റ്റത്തിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് കുറച്ച് ഒരു മാസമായിട്ട് ഇലക്ഷനിൽ പറയുന്നത് നടന്നുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ഒരാൾ ഫസ്റ്റ് ജയിച്ചു, ഒരാൾ മൂന്നാമത് ജയിച്ചു എന്നൊക്കെ കഥയും. പിന്നെ ഇപ്പം പെട്ടെന്ന് സാർ ഈ 5+5 പറഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആ ഇലക്ഷൻ മൈൻഡ് ഇപ്പോഴും ഞാൻ മാറിയിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം. പടയെന്ന് ഒരു പാർട്ടിക്ക് 5, വേറൊരു പാർട്ടിക്ക് 5 ഉണ്ട്, അല്ലാതെ ഒരു പാർട്ടിക്ക് 9, വേറൊരു പാർട്ടിക്ക് 1 ഉള്ളു. ബട്ട് ബോത്ത് ആർ ഹാവിങ് 10 numbers എന്ന് അതിൽ പോയത്. ഈ സാർ ഏത് കഥ വേണമെങ്കിലും എങ്ങോട്ടും കൊണ്ടുപോകാം. ബട്ട് ഓൾവേസ് ട്രൈ ടു ബീങ് എ ട്രെയിനർ, ബീങ് എ സൈക്കോളജിസ്റ്റ്, you should always update your idea and tell outside contemporary things. Contemporary things എന്ന് പറഞ്ഞാൽ ഇന്ന് നടന്ന, ഞാൻ അന്ന് ഒരു കഴിഞ്ഞ ആഴ്ച ഡേറ്റ് മറന്നുപോയി, CIAയിലെ ക്ലാസ് എടുത്തു. CIAയിലെ ക്ലാസ് എടുക്കാൻ അന്ന് രാവിലെ ഞാൻ ന്യൂസ് പേപ്പർ കണ്ടപ്പം ന്യൂസ് പേപ്പറിൽ വന്നിരുന്ന ടോപ്പിക് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് OpenAI സ്റ്റാർ, ദ ജേർണി ഓഫ് പൂന ബോയ് ഹു റിയലൈസ്ഡ് അൾട്ട്മാൻ വിഷൻ. ഇതാണ്, ഈ പേപ്പറാണ് അന്ന് വന്നിരുന്നത്. ഞാൻ ക്ലാസ് എടുത്ത ദിവസം അപ്പോൾ ഐ ഷാൽ ടെൽ യു May 29 ഫോർ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ മൈൻഡ്ഫുൾനെസ് ക്ലാസ് എടുക്കുമ്പോൾ അന്നത്തെ ദിവസം കണ്ടതാണ് ഒരു പയ്യൻ, പ്രഫുല്ല എന്ന് പറയുന്നവൻ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ചാടി മുകളിലോട്ട് വരെ പോയതെന്ന് പറഞ്ഞാൽ he could recognize himself. He really understood that mindfully means he was aware he could attend it. സാറിന് അത് പേപ്പർ വേണമെങ്കിൽ May 29 ടൈംസ് ഓഫ് ഇന്ത്യയിലെ ടൈംസ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ് ഒരു ഹാഫ് പേജ് മാറ്റർ ഉണ്ട്. അതിനകത്ത് APJ അബ്ദുൽ കലാമിന്റെയും AI അച്ചീവ്മെന്റ്സ്. നൗ ഹി ഈസ് ഹെഡ് ഓഫ് GPT-4o. ആ ഓയിനെ അവർ പറഞ്ഞിട്ടുള്ള ഓമിനി എന്നാണ്. OpenAI ഫസ്റ്റ് നേറ്റീവ്ലി ഫുള്ളി മൾട്ടി മോഡൽ സിസ്റ്റം ആക്കി തന്നത് പൂനെയിലുള്ള ഒരു പയ്യനാണ്. ഓക്കെ, അവൻ IIT ഒന്നും പഠിച്ചില്ല. അവന്റെ കൂടെ ഉള്ള പിള്ളേരെല്ലാം IIT പഠിച്ചപ്പം ഇവൻ നേരെ MIT-നാണ് പോയത്. ഇത് ശരിക്കും ക്ലിയർ ആയില്ല, വരുന്നില്ല അല്ലേ സാർ? വരുന്നില്ല. അത് പേപ്പറിന് ക്ലിയർ ആയിട്ട് വരുന്നില്ലായിരിക്കും. ഞാനത് സ്കാൻ ചെയ്ത് അന്നത്തെ അതേപോലെ കണ്ടംപററി മാറ്ററിനെ ഹൗ ക്യാൻ ബി ലിങ്ക് ഈച്ച് അതർ എന്ന് പറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരുപാട് ഐഡിയ കിട്ടും. എൻ്റെ ഫ്രണ്ട് ഗീത മാഡമും ഉണ്ട് അല്ലെ, കളത്തട്ടില്ല. ഗുഡ്, താങ്ക് യു. അപ്പം ഇതാണ് ഞാൻ ഇന്ന് ഉദ്ദേശിച്ചത്. നമുക്കൊരു പ്രാക്ടീസ് വേണമെങ്കിൽ ചെയ്യാം. അല്ല, ഞാൻ ഐ തോട്ട് ടു മെനി ക്വസ്റ്റ്യൻസ് വിൽ കം ബിക്കോസ് റെയിൻ ടെക്നിക്കിന് ഞാനൊരു കുറച്ചുകൂടെ ഡീപ്പറായിട്ടാണ് ചെന്നത്. എനിക്ക് റെയിൻ ടെക്നിക്ക് പഠിപ്പിച്ചു തന്ന സാർ ഇത്രയും പഠിപ്പിച്ചിട്ടില്ല. റെയിൻ ടെക്നിക് സിമ്പിൾ, റെക്കഗ്നൈസ്, അക്സെപ്റ്റ്. റെക്കഗ്നൈസ് എന്താണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഓപ്പോസിറ്റിലുള്ള സെക്കൻഡ് പാർട്ടി പോലെ സാറ് ഈ നമ്മുടെ സാബു സാറാണ് എന്നെ ഹോളിസ്റ്റിക് സിസ്റ്റത്തിൽ ഫസ്റ്റ് പാർട്ടിയിൽ സെക്കൻഡ് പാർട്ടി, തേർഡ് പാർട്ടി, ഫോർത്ത് പാർട്ടി വരെ കൊണ്ടുവന്നത്. ആ 4 പേര് പിന്നെ അതുവരെ ഞാൻ 4 പേരെ കണ്ടെത്തിയില്ലായിരുന്നു. സാറാണ് എന്നെ 4 പേര് കണ്ടെത്താനുള്ള ഒരു ഇൻസ്റ്റിഗേറ്റീവ് മെമ്പറായിരുന്നു. എന്നെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ, അല്ല അബറ്റ് ചെയ്തപ്പം ഞാൻ ഐ ഹാവ് ഗോൺ ഫർദർ ആൻഡ് ഫർദർ. എനിക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടിയപ്പോഴാണ് റെയിനിനെ തന്നെ ഞാൻ കുറച്ചുകൂടെ ഡീപ്പറായിട്ട് നോക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ജസ്റ്റ് റെക്കഗ്നൈസ്, അക്സെപ്റ്റ് ഇറ്റ്. വേറൊരു സാറ് പറഞ്ഞു തരുന്ന തീയതി അക്സെപ്റ്റ് ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക. സാറ് പറഞ്ഞു തരുന്നത് കറക്റ്റ് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യുക, ദെൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അത് തെറ്റാണോ റൈറ്റ് ആണോ എന്ന്. അപ്പോൾ റൈറ്റ് ആണെങ്കിൽ നർച്ചർ ചെയ്യൂ, തെറ്റാണെങ്കിൽ നോൺ ഇൻവെസ്റ്റിഗേഷനിലോട്ട് കയറ്റി വിട്ടിട്ട് പോവുക എന്ന് പറഞ്ഞത്. അത്ര മാത്രമേ പറഞ്ഞു തന്നുള്ളൂ. തെറ്റാണെങ്കിൽ ഇഗ്നോർ ചെയ്യണോ സാറേ? തെറ്റാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തെറ്റാണെങ്കിൽ അതാണ് പറഞ്ഞത് നോൺ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നോൺ ഐഡന്റിഫിക്കേഷൻ. നോൺ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ കറുത്ത കളർ പൂശിയിട്ട് വിട്ടേക്കുക. ഇത് തന്നെ താങ്കൾ പറഞ്ഞതാണ് കറക്റ്റ്. അതിന് വിട്ടേക്കുക.
എന്ന് പറയാൻ നമ്മൾ Egoistic ഉപയോഗിക്കുന്ന ആവണ്ട. പട്ടിയുടെ വാല ഒരു ആർഗ്യുമെന്റിന് നിൽക്കണ്ട അല്ലേ? അല്ല, അതാണ് നമ്മൾ അതിനെ പണ്ട് ശരിക്കും നമ്മളെ ഈ മൈൻഡ്ഫുൾനെസ് പഠിപ്പിച്ചിട്ടുണ്ട്, ഡിഫറെന്റ് ആയിട്ട് പഠിപ്പിച്ചു. പട്ടിയുടെ വാല നിമിർത്താൻ പറ്റില്ല, നീ അതിന്റെ പോയി ശ്രമിക്കാൻ പോകരുതെന്ന് പറയാറില്ലേ? അത്രയേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? ഒരാൾ ഞാൻ പറഞ്ഞത് ഒരിക്കലും കേൾക്കില്ല, അല്ല അവർ പറയുന്ന തിയറി കറക്റ്റ് അല്ലെങ്കിൽ അത് തന്നെയാണ്. ഞാൻ അതിന് വേറൊരു വാക്കും പറയും, ഞാൻ കണ്ട മുയലിന് 3 കൊമ്പാണെന്ന് പറയും. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. ഞാൻ പിടിച്ച മുയലിന് എനിക്ക് എന്താ പറയാ, കുറച്ച് തമിഴും കൂടെ മിക്സ്ഡ് ഏരിയ ആകുമ്പോൾ കുറച്ച് വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും, സഹിച്ചൊള്ളുക. താങ്ക്സ് എ ലോട്ട്. അത്രയേ ഉള്ളോ എക്സ്പ്ലനേഷൻ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡെയിലി ലൈഫില് നമുക്ക് ഒത്തിരി ക്രൈസിസ് ഉണ്ടാകാറുണ്ട്. ഈ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ആ ക്രൈസിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ മെക്കാനിസം, ഈ പറയുന്ന 4 വേർഡ്സ് മെക്കാനിസം എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രോബ്ലം പറഞ്ഞാൽ മതി. ആർക്കെങ്കിലും സാറേ ഒരു കാര്യം. സാർ, ഈ വ്യക്തിബന്ധങ്ങൾ ആണല്ലോ മനുഷ്യന് സൗഹാർദ്ദത ഉണ്ടാക്കുന്നത്, ജീവിക്കാൻ കൂടുതൽ ആവശ്യമുള്ളത്. സാമൂഹ്യ ബന്ധങ്ങളില് ഞാൻ അറിയുന്ന ഒരു കഥ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. കുറച്ചു കാലം നാട്ടിലില്ലായിരുന്നു, റിട്ടയർ ചെയ്ത് ദൂര സ്ഥലത്ത് ജോലി ചെയ്തിട്ട് വന്ന് തിരിച്ചു വന്ന ഒരാള്. നാട്ടിലുള്ളവരൊക്കെ എന്ത് ചെയ്താലും അയാൾ കുറ്റം പറയും. ആരെയും, പുള്ളിക്ക് സർവജ്ഞാനിയാണ്. കുറച്ചു പേര് അങ്ങനെ സാറേ സാറേ എന്ന് വിളിച്ച് നടക്കും, കുറെ പേര് അതിനോട് ഒട്ടും പൊരുത്തപ്പെടാനും ഇല്ല. ഇത് വലിയൊരു ചെറിയ സംഘർഷം പോലെയൊക്കെ നടക്കുക. അതിപ്പോ മറ്റേ നമ്മുടെ ഈ വാട്സാപ്പിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാൻഹാനിലേക്ക് പോകുന്നുള്ള വിധത്തിലേക്ക് തോന്നുന്നുണ്ട്. അല്ല, എപ്പോഴും ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. പ്രായോഗികമാണോ? ഇവരൊക്കെ തിരുത്തണമെന്ന് തോന്നുന്നവരെ കുറ്റപ്പെടുത്താനാവോ? സാർ, അത് കാര്യം എന്താന്ന് പറഞ്ഞാൽ, ചിലരെ ബേസിക്കലി ആര് എന്ത് പറഞ്ഞാലും, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും, നീ നിന്റെ പാർട്ടിയുടെ കളറിന് കൂടെ നിൽക്കാവൂ, നിൽക്കുമ്പോൾ നിനക്ക് ഗുണം ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പുറകിൽ തന്നെ അത് തന്നെയാണ് സത്യമെന്ന് വിചാരിക്കും. പണ്ട് ഇതിന്റെ ഒരു വലിയ പ്രോബ്ലം ഇല്ലാതിരുന്നതും ഇപ്പമുള്ള പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ, അന്ന് ഈ മീഡിയ, വെദർ പ്രിന്റ് മീഡിയ ആർ എനി മീഡിയ, അന്ന് കുറച്ചൊക്കെ കമ്പാരറ്റീവ്ലി കുറച്ചുകൂടെ സ്വതന്ത്രമായും അവർ ഒരു തെറ്റുകൾ കാണുമ്പോൾ തെറ്റെന്ന് പറഞ്ഞും പത്രങ്ങളിൽ എഴുതുമായിരുന്നു. അപ്പോൾ നമ്മൾ കോമണേഴ്സ് എല്ലാം വായിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമായിരുന്നു. ഇന്ന് ഓരോരുത്തർക്കും ഓരോരു പേപ്പറുണ്ട്. ഞാൻ ഈ കളർ പേപ്പർ വായിച്ചാൽ വേറൊരു റീസൺ പറഞ്ഞിരിക്കുന്നു, ആ കളർ പേപ്പർ വായിച്ചാൽ വേറൊരു റീസൺ പറഞ്ഞിരിക്കുന്നു, ഈ കളർ പേപ്പർ വായിച്ചാൽ വേറൊരു റീസൺ പറഞ്ഞിരിക്കുന്നു. അപ്പൊ 3ഉം കൂടെ കേട്ടിട്ട് നമ്മൾ ആക്ച്വലി കൺഫ്യൂഷനിലോട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ അത് കറക്റ്റാണോ, ഇത് കറക്റ്റാണോ, ഇത് കറക്റ്റാണോ? പ്രത്യേകിച്ച് സാർ കോടതിയിൽ പോവുകയാണെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. കോടതിയിൽ ചെല്ലുമ്പോൾ 2 അഡ്വക്കേറ്റുമാർ ഒരേ പോയിന്റിന് വേറെ വേറെ ആംഗിളിൽ ഇരുന്ന് അവൻ പറയും ഇത് ശുദ്ധ എന്താ അബദ്ധമാണ് പറയുന്നത്, ഇത് ഇങ്ങനെ അല്ല എന്ന് പറയും. മറ്റാൾ പറയും ഇതാണ് റീസൺ എന്ന് പറയും. അപ്പം കേട്ടോണ്ടിരിക്കുന്ന ജഡ്ജിന് 2 റീസണും കറക്റ്റായിട്ട് തോന്നും, പക്ഷെ പുള്ളി ഒരു 3ാമത്തെ വ്യൂ എടുക്കും. ഇതാണ് നോർമലി സംഭവിക്കുന്നത്. ബിക്കോസ് നമ്മൾ ഈ എത്തിക്കൽ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സെൻട്രൽ പാത്തിലിരുന്ന് ഓരോരോ എക്സ്ട്രീമിലോട്ട് നമ്മൾ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. എക്സ്ട്രീമിലോട്ട് മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു നിയമം പഠിപ്പിച്ചാൽ നിയമം നമ്മളെല്ലാവരും നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി പറഞ്ഞു തന്നെങ്കിൽ പോലും ഇതിലെ ഞാൻ എങ്ങനെ സ്കൂട്ടർ അടിച്ചാലും പോലീസ് പിടിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞ രീതിയിലോട്ട് നമ്മൾ വരാൻ തുടങ്ങി. നമ്മൾ അതിനകത്തുള്ള ലൂപ്പ് ഹോൾസ് ആണ് കാണാൻ തുടങ്ങി, ലൂപ്പ് ഹോൾസിൽ കൂടെ ജീവിക്കാൻ തുടങ്ങി. ഇപ്പൊ എല്ലാ സ്ഥലത്തും ക്യാമറ വെച്ചിട്ടുണ്ട്, പക്ഷെ ക്യാമറ കള്ളൻ എന്ത് ചെയ്യുന്നു, ഹെൽമെറ്റ് ഇട്ടുണ്ട്, വേറൊരു അതിൻ്റെ മുകളിൽ ഒരു തൊപ്പി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടുണ്ട്, അവൻ എക്സ്ട്രാ
ജാക്കറ്റ് ഒക്കെ ഇട്ടുണ്ട്, അവന്റെ ബോഡിയുടെ എന്താ വെയിറ്റും ഹൈറ്റും ഒക്കെ ഡിഫറെന്റ് ആയിട്ട് കാണിച്ച് അവൻ നടക്കുകയാണ്. അപ്പൊ പല ATM കൊള്ളകളും ഇപ്പോഴും പിടിച്ചിട്ടില്ല. പക്ഷെ അതിനകത്ത് ക്യാമറ ഉണ്ട്, ഡാറ്റ ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ രീതിയിൽ നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ ജീവിക്കുമ്പോൾ സന്തുഷ്ടനായിട്ടോ സിംപിളറായിട്ടോ ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അർത്ഥം അതാണ്. അപ്പൊ ലിവ് ഹാപ്പിലി, സിംപിളറായിട്ട്. ഞാൻ ഒരു സിമ്പിൾ കാര്യം പറയട്ടെ. പല സമയങ്ങളിലും ഞാൻ ആലോചിച്ചിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് ഞാൻ നാഗർകോയിൽ വരെ ഫ്രണ്ടിനെ കാണാൻ അല്ലെങ്കിൽ ഒരു റിലേറ്റീവിനെ കാണാനൊക്കെ പോകാറുണ്ട്. പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കാറ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 35 കിലോമീറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തമിഴ്നാട് ബോർഡർ വരും. അവിടെ പെട്രോൾ അടിച്ചാൽ എനിക്ക് ഒരു ടാങ്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ പ്രോബബിളി ഐ വിൽ ബി സേവിങ് റഫ്ലി 50 അല്ല 500 റുപ്പീസോ 400 റുപ്പീസോ സേവിങ് വരും. ബിക്കോസ് ഇവിടുത്തെ കാട്ടിൽ 4 രൂപയാണ് കുറവ്. 4 അല്ല 6 രൂപ കുറവ്. പ്രോബബ്ലി 6 റുപ്പീസ് കുറവ്. സാർ ഒന്ന് ആലോചിച്ചോളൂ, ഒരു 25 ലിറ്റേഴ്സ് പെട്രോൾ അടിച്ചാൽ എന്താ സംഭവിക്കുന്നു? അപ്പോൾ ഞാൻ അവിടെ പോയി എപ്പോഴും അടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനു വേണ്ടി ഞാൻ 30 കിലോമീറ്റേഴ്സ് ഓടണം. അത്രയും പെട്രോൾ എനിക്ക് ലോസ് ആണ്. ഐ ഹാവ് ടു ലിവ് ഇൻ ട്രിവാൻഡ്രം ഹാപ്പിലി സ്പെൻഡിങ്. ഞാൻ മാത്രമല്ലല്ലോ, സാബു സാർ ഇവിടെ ഈ 109 രൂപയ്ക്കാണ് അടിക്കുന്നത്, ജോർജ് സാർ 109 രൂപയ്ക്കാണ്. പിന്നെ ഞാൻ മാത്രം എന്തിനാ ആലോചിക്കുന്നത്? ഞാൻ ലെറ്റ് മീ ബി ഹാപ്പി എന്ന് വിചാരിച്ചാൽ ഐ വിൽ ബി ഹാപ്പിയർ. അല്ലാതെ ഈ തമിഴ്മാരെല്ലാം 103 രൂപയ്ക്ക് അടിക്കുമ്പോൾ ഞാൻ എന്തിനാ 109 രൂപയ്ക്ക് അടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിഷമം വരും. അപ്പം അതിനെ കുറിച്ച് നമ്മൾ മൈക്ക് ഓഫ് ആണ്. രാജാവ് നഗ്നനാണെന്ന് പറയാൻ ആരെങ്കിലും വേണ്ടേ എന്ന് തോന്നി പോവുക ഞാൻ ഈ സംഭവം കണ്ടുപോ. കാരണം ഇത് എത്രയൊക്കെ ആരൊക്കെ പറഞ്ഞാലും ശരി, ഒരു മയമില്ലാതെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കുറെ നാളായിട്ട്. സാറേ, നമ്മളെല്ലാവരും മൈൻഡ്ഫുള്ളി ജീവിക്കുക, ഹാപ്പി ആയിട്ട് പോവുക. നമുക്ക് സുഖം. ബാക്കിയുള്ളവരെ കുറിച്ചോ നാളത്തെ കുറിച്ചോ സാർ ചിന്തിക്കരുത്. വെൻ യു ആർ ഇൻ റോം, ബി ലൈക്ക് എ റോമൻ. ഇത്രയേ ഉള്ളു. വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഇളങ്കോ സാറ്, ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. നമ്മുടെ വീട്ടില് ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. അവര് പറയുന്നതാണ് എല്ലാം ശരി. അതിപ്പോ നമുക്ക് അറിയാം, ഓൾറെഡി നമുക്കറിയാം. ഇപ്പം ഒരു ബ്ലാക്ക് സാധനം, നമ്മളിപ്പോ ഇത് തന്നെ ബ്ലാക്ക്, അപ്പം അവര് കൊണ്ടുവച്ചിട്ട് ഇത് ഞാനൊരു ചുമന്ന ബോക്സ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയുവാണെങ്കിൽ നമുക്കറിയാം അത് ബ്ലാക്ക് ആണെന്നും അറിയാം. പക്ഷെ നമ്മൾക്കത് പുറത്തുള്ളവരെയാണെങ്കിൽ നമുക്ക് ഓക്കെ ഇഗ്നോർ ചെയ്യാം. പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് ചില വീടുകളിലൊക്കെ അങ്ങനെ ഉണ്ട്. ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അത് അനുഭവിക്കുന്നുണ്ടത്. അത് നമുക്ക് അല്ല, ഞാൻ അതിനെ പഠിച്ച മറ്റു കാര്യമാണ് മാഡം. ഈ ഊളംപാറയിലെ എന്നെ മറ്റേ ആ സാറിന്റെ പേരെന്താണ്, കൊച്ചിനിലുള്ള സാറ്? അയ്യോ, നമ്മുടെ നെൽസൺ സാർ അല്ലേ? നെൽസൺ സാർ സോറി, നെൽസൺ സാർ പഠിപ്പിച്ചു തന്ന ഒറ്റ കാര്യമാണ് ഐ ആൾവേസ് ലവ് ഇറ്റ്. വെൻ സംബഡി സേസ് ഇറ്റ്, ആരെങ്കിലും ഒരു കറുത്ത സാധനത്തിന് കൊണ്ട് വെച്ചിട്ട് ഇത് ചുമന്ന സാധനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡം സിമ്പിളറായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, യെസ് റൈറ്റ്, ബിക്കോസ് ഹി ഹാസ് കളർ ബ്ലൈൻഡ്നെസ്. പ്രോബ്ലം ഇല്ല. അതിന് പകരം നീ എങ്ങനെടാ കറുത്ത സാധനത്തിന് വെച്ചിട്ട് ചുമപ്പെന്ന് പറയുമെന്ന് പറയുന്നതാണ് പ്രോബ്ലം. But when that color blindness, when it affects us very much, then what will happen? It is very connected with us. And how can we accept that? അല്ല, ആയിരിക്കാം. ഞാൻ ഇപ്പം എപ്പോഴും ഐ ആം റൈറ്റ് എന്നല്ലേ സാർ നമ്മൾ സംസാരിക്കുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സംടൈംസ് ആ മനുഷ്യൻ ചുമപ്പതായിരിക്കും കറക്റ്റ്, എനിക്ക് കളർ ബ്ലൈൻഡ്നെസ് ഇരിക്കാം. ബട്ട് ഞാൻ ഈ അക്സെപ്റ്റൻസിലോട്ട് പോയി കഴിഞ്ഞാൽ വെദർ ഇറ്റ് ഈസ് റെഡ്, വെദർ ഇറ്റ് ഈസ് ബ്ലാക്ക്, അവിടുത്തെ ചോദ്യമേ ഇല്ല. അതിന്റെ സാധനം എന്താണ്, കഴിക്കാനുള്ളതാ കഴിക്കാം, അല്ല ഷോക്കേസിൽ വെക്കാനുള്ളതാ വെക്കാം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മനസ്സിലാക്കിയ കാര്യം മാത്രം നമ്മൾ നർച്ചർ ചെയ്താൽ മതിയല്ലോ. നമ്മൾ തർക്കിക്കാൻ പോകണ്ട. ആക്സെപ്റ്റ്, അത്രേ ഉള്ളൂ. എവരിതിങ് ആക്സെപ്റ്റ് ഇറ്റ്. നമ്മൾ നർച്ച ചെയ്യുന്നത് ഇത് കറുത്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. അദ്ദേഹം ചുമലയാണെന്ന് എന്തോ കാരണങ്ങൾ കൊണ്ട് അത് ചുമന്നതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആക്ച്വലി ഇറ്റ് ഈസ് ബ്ലാക്ക്. നമ്മൾ അതിനെ നർച്ചർ ചെയ്യുന്നു. നമ്മൾ കാണുന്നത് ബ്ലാക്ക് തന്നെ. ഓക്കെ, അതെ സാർ, അത് കറക്റ്റ് ആയിട്ട് കുറെ ചുമന്ന സാധനങ്ങൾ നമ്മൾ കൊണ്ടുവയ്ക്കും, എന്നിട്ട് നമ്മളത് പറയുക അത് ചുമന്നതാണെന്ന് പറയും.
എനിക്ക് തോന്നുന്നു സാറേ കാലങ്ങൾ കഴിയുമ്പോഴേ ചിലപ്പം ആ ഒരു റിലേഷൻഷിപ്പിലെ കാലങ്ങൾ കഴിയുമ്പം അവരെന്നെ അത് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് ഇപ്പൊ തോന്നുന്നു, അങ്ങനെയും തിരിച്ചറിയുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലേ? കാലങ്ങൾ കഴിയുമ്പം അങ്ങനെ അവരുടെ ആ ഒരു പെർഫെക്റ്റ്ലി റൈറ്റ് മാം. കാലങ്ങൾ കഴിയുന്നതിന് വരെ താങ്കളുടെ മനസ്സിനെ എപ്പോഴും അടിയും ഇടിയും ഒരു വെപ്രാളവും അല്ലെങ്കിൽ ഒരു പീസ്നെസ് കുറച്ച് ജീവിക്കുന്നതിലെ യു ആർ ദ ലൂസർ, നോട്ട് ഹി ആർ ഷീ ഹൂ ഈസ് സ്റ്റേയിങ് വിത്ത് യു. അപ്പൊ ഞാൻ സന്തുഷ്ടനായിരിക്കണമെങ്കിൽ എനിക്ക് ഹാപ്പി ഹോർമോൺസ് കൂട്ടുക. എനിക്ക് ഹാപ്പി ഹോർമോൺസ് കൂട്ടുന്നത് എങ്ങനെ പറ്റും? ഞാൻ സിമ്പിളായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ആൾട്ടർനേറ്റീവ്സ് നോക്കുവാണെങ്കിലും സംടൈംസ് ആൾട്ടർനേറ്റീവ് മെ നോട്ട് വർക്ക്ഔട്ട്. എന്താണ് ആൾട്ടർനേറ്റീവ്? കൂടെ താമസിക്കുന്ന ആളെ വേറൊരു സ്ഥലത്ത് ട്രാൻസ്ഫർ ചെയ്യുക, പ്രൊമോഷൻ കൊടുത്ത്, നടക്കുകയില്ല. ശരി, ഞാൻ വേറൊരു സ്ഥലത്ത് പ്രൊമോഷനായി പോവുക, അത് നടക്കുകയില്ല. ഐ ആം ബൗണ്ട് ടു ലീവ് ദെയർ ഓൺലി അലോങ് വിത്ത് ഹിം ഓർ ഹെർ എന്ന് വിചാരിക്കുക. അപ്പം യു ആൾവേസ് അക്സെപ്റ്റ് ഇറ്റ്. അതിനും പണ്ട് ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പേരും മാറ്റിയിട്ടുണ്ടെങ്കിൽ പണ്ട് പറയും, നീ മദ്ദളത്തിന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 2 സൈഡ് അടി കിട്ടും, വാങ്ങിച്ചോളണം. അതിന് കറക്റ്റ് വാക്ക് പറയും മാഡം, എന്താണെന്ന്? ഞാന്റെ അത് തന്നെയാ മദ്ദളം തന്നെയല്ലേ പറയുന്നത്? അത് തന്നെ. അല്ല, അതിന് എന്താണ് കറക്റ്റ് വാക്ക് പറയും? എന്താ സെന്റൻസ്? ചൊല്ലാണ് ഇത് പഴയ അഡാഷാണ്, മീൻസ് പഴഞ്ചൊല്ല്. പഴഞ്ചൊല്ല്. ആ പഴഞ്ചൊല്ല് എന്താണ്? മദ്ദളത്തിന്റെ കല്യാണം കഴിഞ്ഞാൽ മുകളിലിരുന്നും താഴെ ഇരുന്ന് അടി കിട്ടിയാലും വാങ്ങിച്ചോളണം എന്നാണ്. 2 സൈഡ് കിട്ടുകയാണെങ്കിൽ അടി വാങ്ങിച്ചോളണം എന്ന്. അങ്ങനൊക്കെ എന്തോ ഒരു വാക്കുണ്ട്. ഇതൊക്കെയാണ് അതിനർത്ഥം. എന്താണ്? സ്റ്റാർട്ട് അക്സെപ്റ്റ് ഇറ്റ്, സ്റ്റാർട്ട് സിംപ്ലി അക്സെപ്റ്റ് ഇറ്റ്, ഡോണ്ട് ക്വസ്റ്റ്യൻ ഇറ്റ്. അടി കൊള്ളാനുള്ളതാ. അതെ, പവർ ഓഫ് അക്സെപ്റ്റൻസ് ആണത്. ശരിയാണ്. അബ്ദുറഹ്മാൻ സാബ് എന്തോ പറഞ്ഞത്. ഒരാള് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഓനെ ട്രാൻസ്ഫർ ചെയ്യുക, പ്രൊമോഷൻ ആക്കുക, ഇതാക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ? അത് ഞാൻ എനിക്ക് ചെയ്യേണ്ടി വന്നു. അതായത് ഈ ഹെഡ് ക്ലർക്ക് എന്ത് ചെയ്യൂല, ഫയല് തരൂല, എന്ത് ചോദിച്ചാലും കാണാന്ന് പറയും. എത്രയോ കാലം ഞാൻ പേഷ്യന്റ് ആയിട്ട് കാത്തിരുന്നു. അവസാനം ഞാൻ എന്ത് ചെയ്തു, ഇയാളെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നു. ഞാൻ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്ന സമയത്ത് കുറെ വർഷങ്ങളോളം അയാൾക്കറിയാം, ഒരു പേപ്പർ ഇന്ന് കൊടുത്താൽ നാളെ ചോദിച്ചാൽ പറയും കിട്ടിയില്ല എന്നാണ്. ഇങ്ങനെട്ട് ബുദ്ധിമുട്ടിക്കുക. അങ്ങനത്തെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. സാർ, ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഒരു കാര്യം ചെയ്യണം, അങ്ങേർക്ക് ആവശ്യമുള്ള കാര്യം കൂടെ പൂർത്തീകരിച്ച് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ രണ്ടുപേരും ഹാപ്പിയറായിരിക്കും. ഇപ്പം തന്നെ ആ ഒരു ഫോറസ്റ്റ് കേസ് വന്നിട്ടുണ്ട് 24 ടിവിയുടെ. ഒരു മിനിറ്റ് സാർ. അതെ. അപ്പം അങ്ങേരെ ആ ഫോറസ്റ്റ് ഒഫീഷ്യലിൽ ട്രാൻസ്ഫർ ചെയ്ത് വീട്ടിനടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല, പിന്നെ ഞാൻ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആത്മീയാണ്, പിന്നെ ട്രാൻസ്ഫർ ചെയ്താല് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും, നിങ്ങളെ ഗുണ്ടകൾ വന്ന് തല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഇയാൾക്ക് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടാണ് ഞാൻ പ്രൊമോഷൻ കൊടുത്താൽ ട്രാൻസ്ഫർ ആക്കല് നിർബന്ധമാണ്. ഓക്കെ, അങ്ങനെ പ്രൊമോഷൻ ആയപ്പോൾ ഇയാള് വേറെ ആളുകളെ പിടിച്ചിട്ട് ഇയാളെ ട്രാൻസ്ഫർ റദ്ദാക്കി വെച്ചു. ആ സമയത്ത് ഞാൻ പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ പ്രൊമോഷൻ കമ്പൽസറി ആണ്, പ്രൊമോഷനോട് കൂടി ട്രാൻസ്ഫർ കമ്പൽസറി ആണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവിടെ വേറെ ആളുകളെ കിട്ടാനിട്ടാണ് പറഞ്ഞു. അപ്പൊ ഞാൻ മ്യൂച്വൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇയാൾക്ക് പകരം വേറെ ആളെ ഞാൻ കൊടുത്തിട്ട് മ്യൂച്വൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഞാൻ വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് കൊടുന്നു, ഇയാൾ അങ്ങോട്ടാക്കി. അപ്പൊ അങ്ങനെ ചെയ്ത് ട്രാൻസ്ഫർ ആക്കേണ്ടി വന്നു. അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെ എന്തെങ്കിലും റിയൽ ടൈം എക്സ്പീരിയൻസ്? ഇപ്പൊ ജോർജ് സാർ പറഞ്ഞ പോലെ ഗ്രൂപ്പിൽ കയറുമ്പോൾ സൂക്ഷിച്ച് കയറണം, നമ്മുടെ മൈൻഡ്ഫുൾനെസ് നഷ്ടപ്പെടുത്തരുത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും റിയൽ ടൈം ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ റെയിൻ ടെക്നിക്സ് ഉപയോഗിച്ച് എങ്ങനെ അത് സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എനിബഡി എൽസ്? അല്ലെങ്കിൽ നമുക്ക് ചെറിയ മെഡിറ്റേഷനിലേക്ക് പോകാം. യെസ് റീന. സർ, ഞാൻ ഗീത നായർ കളത്തറ്റിന്റെ ഫ്രണ്ടാണ്, പറഞ്ഞിട്ട് കയറിയതാണ് ഇന്ന് ക്ലാസ്സിൽ. സർ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളെ ചില കാര്യങ്ങൾ സർ പറഞ്ഞതുപോലെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുന്നു. പക്ഷെ അതിൽ നമ്മൾക്ക് ഒരു പക്ഷേ
ഡീപ്പായിട്ട് നമ്മൾക്കുണ്ടാകുന്ന ആഴത്തിലുണ്ടാകുന്ന മുറിവുകൾക്ക് ചിലപ്പോൾ ഒരു പക്ഷെ അതിന്റെ സ്കാർ നമ്മുടെ ഉള്ളിലുണ്ടാവും. അതിനെ നമ്മൾ ഓവർകം ചെയ്താൽ പോലും അതിൽ ഒരു ഭാഗം അവശേഷിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യും? ശരി, ഓക്കെ മാഡം. ഈ മൈൻഡ്ഫുൾനെസ് എന്താണ് പഠിപ്പിച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ബി അവെയർ, അറ്റൻഡ്, ലിവ് ഇൻ ദ പ്രസന്റ് വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ്. ഞാൻ ഈ വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റിനാണ് ഞാൻ എടുക്കാൻ വന്നത്. വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ജീവിച്ചാൽ, അല്ലെങ്കിൽ ആ മനുഷ്യൻ എന്നെ, ഞാൻ ഈ എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ കുറച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇനി പറഞ്ഞ റിപ്പീറ്റേഷൻ ആവും, സ്റ്റിൽ ഞാൻ പറഞ്ഞു തരാം. ഒരാൾ എന്നെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ, ഞാൻ ബാക്കി അച്ഛനെ വിളിച്ചാൽ പോലും ഞാൻ ഒരു വടിയെടുത്തോണ്ടേ അടിക്കാൻ പോകത്തുള്ളൂ. പക്ഷെ അമ്മയെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെട്ടുകത്തി എടുത്തോണ്ട് പോകും. എന്തുകൊണ്ട്? ഐ ആം ബീൻ ഗിവൺ എ ലെസൺ, അല്ലെങ്കിൽ പ്രീ ജഡ്ജ്മെന്റ് നമുക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. അമ്മയെ പറഞ്ഞാൽ മാത്രം സമ്മതിക്കരുത്, അമ്മയെ പറയരുത് എന്ന് പറഞ്ഞ് നമ്മളെ കയറ്റി വെച്ചിട്ട്, അമ്മയെ പറഞ്ഞാൽ അവൻ പറയുന്നവൻ വട്ടനാണെങ്കിൽ അവൻ എന്ത് വേണമെങ്കിലും പറയും എന്ന് നമ്മൾ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ എനിക്കെന്തിനാ മുറിവ് കൊടുക്കുന്നത്? അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ മുറിവ് വരുന്നെന്ന് പറഞ്ഞാൽ, മാഡം റീന മാഡം എന്താ ഉദ്ദേശിക്കുന്നെന്ന് പറഞ്ഞാൽ, ആ മനുഷ്യൻ എന്നെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുറിവ് ഏൽക്കണം. ഐ ഷുഡ് നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. ബട്ട് ഞാൻ സൊസൈറ്റിക്ക് വേണ്ടിയോ പുറത്ത് കാണിക്കാൻ വേണ്ടിയോ ഞാൻ ഇതെല്ലാം സഹിച്ചുകൊണ്ട് അകത്ത് കയറ്റി വെച്ചുകൊണ്ട് ഞാൻ ജീവിക്കുകയാണെന്ന് മാഡം പറയാൻ ഉദ്ദേശിക്കുന്നു. അതിന് പകരം live in the present simply without any pre-judgment. എനിക്ക് ജഡ്ജ്മെന്റ് ഇല്ല, അത് പറഞ്ഞാൽ ഓക്കെ ഫൈൻ, എടാ നിനക്ക് അങ്ങനെ തോന്നുള്ളായിരിക്കും. ബിക്കോസ് കള്ളനെ ബാക്കി എല്ലാവരെയും കാണുമ്പോൾ കള്ളനായിട്ട് തോന്നും, അല്ലെങ്കിൽ പച്ച കണ്ണാടി ഇട്ടവൻ ബാക്കി ലോകത്തിന് ഫുള്ളും കാണുമ്പോൾ പച്ചയായിട്ട് തോന്നും, മഞ്ഞ കണ്ണട ഇട്ടവൻ ലോകത്തിന് ഫുള്ളും കാണുമ്പോൾ മഞ്ഞയായിട്ട് തോന്നും. നിനക്ക് ബാക്കി എല്ലാവരും വൃത്തികെട്ടവരായിട്ട് തോന്നുവാണെങ്കിൽ നിന്റെ മനസ്സ് വൃത്തികെട്ടതാണെന്ന് നമ്മൾ സ്വയം മനസ്സിനകത്ത് പറഞ്ഞിട്ട് മിണ്ടാതിരുന്നാൽ ഐ വിൽ നോട്ട് ഗെറ്റ് ഹേർട്ട്. എനിക്ക് കുറച്ച് വിഷമം കാണത്തില്ല. എന്തിനാ? എന്നെ അവനെ തിരിച്ചു കാണുമ്പോൾ ചിരിക്കും. ആ റൈറ്റ്, ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അത് സർ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇപ്പോഴും നമ്മളെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് ചുറ്റുമാവുമ്പോൾ ചില സമയത്ത് നമ്മള് മാഡം സമൂഹത്തിന് ചുറ്റിലും ഉണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ച് വളർത്തിയതാണ്. ഞാൻ ഒരു വാക്ക് കൂടെ പറയാം. ഈ കൊച്ചിനിലെ സീഷോറിന്, അതെന്താണ് സാർ ആ ഏരിയയുടെ പേര്? എല്ലാരും കൂടെ നടന്ന്, അല്ല സാർ, കൊച്ചി കടപ്പുറത്തടുത്ത് സാർ, അല്ല സാർ, സിറ്റിയിൽ തന്നെ അറ്റത്ത്. അയ്യോ എനിക്കത് പേര് പെട്ടെന്ന്. മറൈൻ ഡ്രൈവില് പണ്ട് ഈ എന്താ ഒരു സമരം നടന്നു, ചുംബന സമരം. ഈ ചുംബന സമരത്തിന് ക്യാമറ കൊണ്ട് ഒരാൾ പോയത് കൊണ്ടാണ് അവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചുംബനം കൊടുക്കാൻ തോന്നി. അല്ലെങ്കിൽ പോവുമോ? എന്താണ്? നാട്ടുകാരെ കാണിക്കാനാണ് പലരും. അല്ല, അതിപ്പം യഥാർത്ഥ പ്രാക്ടിക്കലി രണ്ടുപേർക്ക് ചുംബനം കൊടുക്കണം. അവർ പബ്ലിക് റോഡിൽ കൊടുത്താൽ നമുക്കെന്താ തെറ്റ്? ഒരു ഭാര്യയും ഭർത്താവും. ഇപ്പം ഞാൻ എൻ്റെ മിസ്സസുമായിട്ട് റോട്ടിൽ കൂടെ പോവാണ്. മിസ്സസ് നല്ലൊരു ഹാപ്പി ന്യൂസ് പറഞ്ഞു. ഞാൻ റോട്ടിൽ നടന്നുകൊണ്ട് പോകുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാൻ ചുമ കൊടുത്താൽ എന്താ പ്രശ്നം? നമ്മളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിനകത്ത്, റോട്ടിൽ വെച്ച് ഭാര്യയാണെങ്കിൽ പോലും അവളുടെ കവിളിൽ തൊട്ടു പോകരുത്. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഡെഫിനിഷൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കുറ്റമല്ല. നമ്മളിങ്ങനെ ഓരോരോ പ്രീ ജഡ്ജ്മെന്റിലാണ് ജീവിക്കുന്നത് മാം. ഈ പ്രീ ജഡ്ജ്മെന്റ്സ് ആർ മേക്കിംഗ് എസ് പ്രോബ്ലം. ഒരു പ്രീ ജഡ്ജ്മെന്റും അല്ല. വേറൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. എൻ്റെ മോള് 23 വയസ്സ് 24 വയസ്സുള്ള മോള് വീട്ടിനകത്ത് വന്നാൽ ഹാഫ് ഷോർട്ട്സ് ഇട്ടുണ്ടേ നടക്കുള്ളൂ. ഹാഫ് ഷോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പണ്ട് പോലീസുകാരൻ്റെ പോലെ നീള ഷോർട്ട്സ് ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ഷോർട്ട്സ് എന്ന് കൂടെ പറയാം. വീട്ടിൽ വെച്ച് നടക്കും. എൻ്റെ അച്ഛനുണ്ട് ഇവിടെ. അപ്പൂപ്പ പറയും, ഇതെന്തോടെ നീ ഇങ്ങനെയൊക്കെ വൃത്തിയിട്ട ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നു. അപ്പൂപ്പ മനസ്സിലാവില്ലെങ്കിൽ മിണ്ടാതിരിക്കും. ഐ ആം ക്വൈറ്റ് കംഫർട്ടബിൾ. ഞാൻ വീട്ടിനകത്തല്ലേ ഇരിക്കുന്നു. അപ്പായ്ക്ക് കുഴപ്പമില്ല, അമ്മയ്ക്ക് കുഴപ്പമില്ല, അപ്പൂപ്പന് മാത്രം എന്താണ്? അപ്പൂപ്പൻ യു മേക്ക് അപ്പ് യുവർ മൈൻഡ് ആൻഡ് യു ബി ഹാപ്പി. ഐ ആം ഹാപ്പി എന്ന് മോള് പറയുമായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ഈ പെണ്ണ് എന്നുള്ള, ഞങ്ങളൊരു കൺവെൻഷണൽ ഫാമിലിയാണ്, അപ്പൊ ഇതെങ്ങനെ പെർമിസിബിൾ?
ഞാൻ ഒന്ന് രണ്ട് കാര്യത്തിന് പണ്ട് അവൾ 9th or 10th ടൈറ്റ് ജീൻ ബ്രാൻഡ് ന്യൂ ഞാൻ മണ്ണെണ്ണ വെച്ച് കത്തിച്ചിട്ടുണ്ട്. യു കാണ്ട് വിയർ ടൈറ്റ് ഡ്രസ്സ്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവൾ സ്വന്തമായിട്ട് ജോലിക്ക് പോയപ്പോൾ അവൾ ടൈറ്റ് ജീൻ മാത്രം എടുത്തു. അപ്പ അന്ന് ടൈറ്റ് ജീനെ കത്തിച്ചല്ലോ, ഇതാ കണ്ടോ ഇപ്പൊ ഇടുന്നു, എന്ത് ചെയ്യുന്നത് വെച്ച്. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതർവൈസ് ഷീ സെഡ് വെരി ക്ലിയർലി, ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഞാൻ ഹോസ്റ്റലിൽ പോയി താമസിക്കും. ഒറ്റ മോളാണ് എനിക്കുള്ളത്. അവൾ പറഞ്ഞ വാക്കാണ്. Then I have accepted. Afterwards, I realized myself, I have given wrong prejudgment. നാട് ഓടുമ്പോ നടു ഓടണം എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ആ കുഴപ്പം മാറി. റീന മാം, ഓക്കെ ഓക്കെ, താങ്ക് യു സർ. അത്രയേ ഉള്ളു. നമ്മൾ കുറെ കഴിയുമ്പോൾ നമ്മളെ മാറ്റും വേണം. നമ്മളെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാറിക്കൊള്ളും. അതെ സാർ പറഞ്ഞ സത്യമാണ്. നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ അടിച്ചേൽപ്പിച്ച കുറെ എന്താ അതെ പറയാ. അതെ അതെ, അതാണ് പ്രശ്നം. അതെ, തിരിച്ച് അവരോട് അങ്ങനെ തിരിച്ചു ചോദിക്കാനുള്ള ഒരു കപ്പാസിറ്റി വേണം. അങ്ങനെ തീർച്ചയായിട്ടും അത് നമ്മൾക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അത്രേ ഉള്ളൂ മാം. ന്യൂ ജനറേഷൻ ഈ തലങ്ങളിൽ ഇതൊക്കെ വളരെ ഇതില്ലെങ്കിൽ ഇത് കുട്ടികൾക്ക് പോലും പിന്നെ ഒരു പ്രോബ്ലമായിട്ട് വരും. കാരണം അവർ ഇതൊക്കെ ഈ രീതിയിൽ ഈ ഗ്യാപ്പ് കറക്റ്റായിട്ട് യൂസ് ചെയ്യും. അതെ, ഇപ്പോഴും ശരിക്കും ഇപ്പൊ എന്റെ ഏജ് ഒക്കെ ഒരു 50+ അടുത്താവുന്നു. പക്ഷെങ്കിൽ ഇപ്പോഴും നമുക്ക് തിരിച്ച് പേരൻസിനോട് തിരിച്ചൊരു നോ എന്ന് പറയാൻ ഇന്ന് വരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ നേരെ മറിച്ച് മറ്റുള്ളവർ നമ്മളുടെ ഒരു 10-15 വയസ്സുള്ള കുട്ടികൾ പോലും തിരിച്ച് ബാക്ക് ആൻസർ ഒക്കെ കൊടുക്കുന്ന കാണുമ്പോൾ നമ്മൾക്ക് സങ്കടം തോന്നുകയും നമ്മൾക്കത് പറ്റിയിട്ടില്ലല്ലോ ആ ഒരു ചിന്തകളൊക്കെ നമുക്ക് ധാരാളമായിട്ട് അങ്ങനെ ഉണ്ടാകാറുണ്ട്. മാഡം എന്താന്ന് പറഞ്ഞാൽ അഗൈൻ യു ആർ ഹാവിങ് പ്രീ ജഡ്ജ്മെന്റ്. നമുക്ക് അന്ന് പറ്റിയില്ല, ഇന്ന് പിള്ളേർക്ക് പറ്റുന്നത്. അതിന് പകരം അന്ന് മാഡം ഇപ്പൊ 50 വയസ്സിന് മുമ്പാണെങ്കിൽ 1980-കളിലെ എങ്ങനെയായിരുന്നു സൊസൈറ്റി? അന്ന് ഇത്ര 2 വീലറില്ല, ഇത്ര 4 വീലറില്ല. അന്ന് യു ആർ ഹാവിങ് നാച്ചുറൽ വിൻഡ്, ഇഷ്ടംപോലെ മരങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ആ പിള്ളേർക്ക് ഇല്ല. അപ്പം അന്നത്തെ സിറ്റുവേഷൻ ഇന്ന് ഇഷ്ടംപോലെ ഹൈ റൈസ് ബിൽഡിങ്ങുകളാണ്, വെറും കോൺക്രീറ്റ് ആണ് എവിടെ കണ്ടാലും. ഇപ്പൊ എവിടെ ആയിരുന്നു? പിന്നെ അന്ന് മാഡം സ്വന്തമായിട്ട് ദോശയ്ക്ക് അരച്ച് ദോശ കഴിക്കുമായിരുന്നു. ഇന്ന് പിള്ളേർ ഈ സെൽഫോൺ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തേപ്പ് തേച്ചാൽ ഫ്രണ്ടിൽ ഒരുത്തം ബെല്ലടിക്കും, ഇതാ നിങ്ങളുടെ ദോശ എന്ന് പറയും. അപ്പൊ സിറ്റുവേഷൻ ഈസ് ഡിഫറെന്റ്. പിന്നെ അന്ന് മാഡം പോക്കറ്റിലുള്ള 2 രൂപ കൊണ്ടുപോയാണ് ചെലവ് ചെയ്യുന്നത്. ഇന്ന് പോക്കറ്റിൽ പൈസ വേണ്ട, ജിപേ, ഗൂഗിൾ പേ, ആപ്പിൾ പേ, എന്തൊക്കെയൊക്കെ പറയുന്നത്, ആപ്പിൾ പേ. കേട്ടോ സാറേ, കേക്കും സ്വന്തമായിട്ട് ഇപ്പൊ എത്രയോ കിലോ ചക്കയിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നെ എന്നിട്ട് ഫോട്ടോ കാണിച്ച് കൊതിപ്പിച്ചിട്ടിരിക്കുക. അത്ര പുള്ളിക്കാർക്ക് ഭയങ്കര എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ആളാ. അല്ല, ഞാനേ എൻവയോൺമെന്റ് അല്ലെങ്കിൽ സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാറണം. മാറിയില്ലെങ്കിൽ നമ്മൾ സൈഡിലോട്ട് അവർക്ക് പോകാൻ വേണ്ടി അനുവദിച്ച് മാറിക്കൊടുക്കണം. അതെ, അല്ലെങ്കിൽ ഫ്രിക്ഷൻ വരും. ഇപ്പൊ മാഡം അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ എത്രയും മായ്ക്കാൻ നോക്കിയാലും ഒരു കോർണറിൽ അതിന്റെ റെസിഡ്യൂ കാണത്തില്ലേ എന്നാണ് ഇപ്പം അവർ ചോദിച്ചതിന്റെ അർത്ഥം. അതാണ് പെർഫെക്റ്റ്. യു ആർ 100% പെർഫെക്റ്റ്. ബിക്കോസ് പ്രീ ജഡ്ജ്മെന്റിലായിട്ട് നടക്കുന്നത്. അതിനെ മാറ്റാനാണ് മൈൻഡ്ഫുൾനെസ് പഠിപ്പിച്ചു തരുന്നത്. മൈൻഡ്ഫുൾനെസ് ഇസ് സേയിങ് ദാറ്റ് യു ബി അവെയർ ദാറ്റ് യു ആർ ലിവിങ് ഇൻ 2024 ഞാൻ ജീവിക്കുമ്പോൾ ഇങ്ങനെയാണെന്ന് മാഡത്തിന് അറ്റൻഡ് ചെയ്യുക. എൻ്റെ പിള്ളേർ ഇങ്ങനെ നടക്കുന്നു, എൻ്റെ കൂട്ടുകാരുടെ പിള്ളേർ ഇങ്ങനെ ഇരിക്കുന്നു, എൻ്റെ കൂട്ടുകാരെ കളത്തട്ടുകാരി എങ്ങനെയൊക്കെ കറുത്ത ഡ്രസ്സ് ഇട്ടുണ്ട് എങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് മാഡം നോക്കുക. അപ്പം അതല്ല സാർ, അത് സാർ പറഞ്ഞൊരു സത്യമാണ്. ഏകദേശം ഇപ്പൊ 2 വർഷത്തോളമായി കളത്തട്ട് വന്നതിന് ശേഷമാണ് ശരിക്കും ഞാൻ എന്റെ ഫാമിലി എന്നുള്ളൊരു ചട്ടക്കൂടിൽ നിന്നും പുറത്തോട്ട് വന്നത് തന്നെ. ഇപ്പൊ തീർച്ചയായിട്ടും ഞാനങ്ങനെ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സാർ, അത് ഒരു തന്നെയാണ് ഈ മൈൻഡ്ഫുൾനെസ്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്നത്, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു പുതിയ തിയറി അല്ല. പഴയ വീഞ്ഞിന് പുതിയ ബോട്ടിലിൽ ഇട്ട് തന്നിരിക്കുകയാണ്. 1960-കളിലെ 50-കളിലെ 40-കളിലൊക്കെ ഇരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞ പഴയ പഴഞ്ചൊല്ലുകളെല്ലാം നോക്കുവാണെങ്കിൽ അത് തന്നെയാണ്. ഹൗ ടു ലിവ്. അന്ന് പറയും ഇവനെ തൊലിക്കട്ടിയാണെന്ന്. പക്ഷെ മൈൻഡ്ഫുൾനെസ് പഠിപ്പിച്ചു തരുന്നത് എന്താണ്? തൊലിക്കട്ടിയായിരിക്കുന്നത് ഞാൻ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് അറിയാൻ ആരെയും ഒന്ന് മൈൻഡ് ചെയ്യരുത്. നമ്മുടെ സ്കിൻ കട്ടിയായിരിക്കണം. ആര് എന്ത് പറഞ്ഞാലും
അമ്മയെ വിളിച്ചാലും അവന്റെ ഭ്രാന്തൻ വിളിച്ചു, ഞാൻ നിന്ന് കൊന്നുകളയും. ഓ സാരല്ല, അവൻ കൊല്ലാണെങ്കിൽ ചത്തിട്ട് പോവാം, സിമ്പിൾ. അല്ലെങ്കിൽ അവന്റെ മനസ്സ് ശരിയല്ല അതുകൊണ്ട് കൊന്നുകളയെന്ന് പറയുന്നു, ഇത്രയേ ഉള്ളൂ. അവൻ ജയിലിനകത്ത് പോകും എന്നെ കൊന്നിട്ട്. അങ്ങനെ വിചാരിക്കുവാണെങ്കിൽ വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ് വി ക്യാൻ ലിവ് ഇൻ ദ പ്രസന്റ്. അഗൈൻ ഞാൻ പറയാം 4 വാക്ക്, ഇമ്പോർട്ടൻ്റ് വാക്ക്. ബി അവെയർ, അറ്റൻഡ് ടു ദാറ്റ്, ലിവ് ഇൻ ദ പ്രസന്റ് വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ്, ദെൻ ലെറ്റ് ഗോ. അത് മാത്രമേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ സാർ, അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് അതിനെ രണ്ടാമത് ജീവിക്കാൻ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ എപ്പോഴും അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരുന്നതാണ് ഈ മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷനിൽ കൂടെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്ഥിതി വേറെ എവിടെയും പറന്നുപോയി വേറൊരു കാര്യം ചിന്തിപ്പിക്കുന്ന വളരെ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ മെഡിറ്റേറ്റീവ് പ്രാക്ടീസ് തരുന്നത്. ഈ മെഡിറ്റേറ്റീവ് പ്രാക്ടീസിൽ മൈൻഡ്ഫുൾനെസ് എടുക്കുന്നത് ബ്രീത്തിങ് ടെക്നിക്കിനാണ്. ഈ ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇൻഹേലിംഗ് ആൻഡ് എക്സേലിംഗ്. ഇൻഹേലിങ്ങും എക്സേലിങ്ങിനും മാത്രം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ കളത്തിട്ട് കഴിഞ്ഞ ആഴ്ച ചെയ്തപ്പോൾ അവരുടെ സ്റ്റെപ്പ് മാറിയപ്പോൾ അവരെ ചീത്ത വിളിക്കണമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ വിളിക്കാതിരുന്നതോ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന് ഇങ്ങനെ ഇരുന്നതോ ഒന്നും ആലോചിക്കരുത്. വെരി ഹാപ്പിലി ഈ ബ്രീത്തിങ്ങിന് മാത്രം ചെയ്യുക. ആൻഡ് ബി താങ്ക്ഫുൾ ടു അൽമൈറ്റി. ഞാൻ ഇപ്പോഴും സന്തുഷ്ടനായിട്ട് ജീവിക്കുന്നു, ശരിക്കും ശ്വസിക്കുന്നുണ്ട്. ഞാൻ ആശുപത്രികളൊന്നും ചിന്തിക്കുന്നില്ല. ആശുപത്രി അടുത്ത് തന്നെ ഉണ്ട്. എനിക്ക് പ്രോബ്ലം ആണെങ്കിൽ അവരെ പോയി മെഡിസിൻ വാങ്ങിച്ച് കഴിച്ച് ഞാൻ പിന്നെയും നന്നായിരിക്കാൻ പറ്റും. ഒറ്റ സെക്കൻഡിൽ വിചാരിക്കുക, വിട്ടേക്കുക, അഗൈൻ കം ബാക്ക് ടു യുവർ ബ്രീത്തിങ് ആസ് ഏർലി ആസ് പോസിബിൾ. താങ്കളുടെ മൈൻഡ് ഓരോ സ്ഥലത്ത് ഇരുന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറുമ്പോൾ, മനുഷ്യനാകുമ്പോൾ ആ മൈൻഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് തിരിച്ചു കൊണ്ടുവന്ന് കാമായിട്ട് വയ്ക്കുക. പിന്നെ നമ്പർ 2, ഇത്രയും ചെയ്യുമ്പോൾ വലിച്ചാണെങ്കിൽ വലിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ട് വിട്ടേക്കുക. പിന്നെ അവിടെ പിടിച്ച് നിൽക്കരുത്. യു ഷുഡ് ഡു എവറിത്തിങ് ഇൻ എ റിലാക്സീവ് മോഡ് ആൻഡ് വിത്ത് ഇൻറ്റൻഷൻ, വിത്ത് എൻ്റെ ഫുൾ ഹോൾ ഹാർട്ടഡ്ലി എന്ന് നമ്മൾ പറയത്തില്ലേ, ഐ ലവ് ഹോൾ ഹാർട്ടഡ്ലി എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ സ്നേഹിക്കുന്നത് സത്യസന്ധമായും പ്രോബ്ലം ഇല്ലാതും ആത്മാർത്ഥമായിട്ടും ചെയ്യുന്നത്. അതേപോലെ ഓരോരോ പണിയും താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ചക്കയിൽ ഉള്ള ഒരു സ്വീറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഉണ്ടാക്കുക. എന്ത് ആത്മാർത്ഥമായിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് പൈസ കിട്ടുന്നത് രണ്ടാമത്, പക്ഷെ വേറൊരാളുടെ നാക്കിൽ ടേസ്റ്റ് വരുമ്പോൾ അവർ സന്തോഷമായിരിക്കുന്നത് എത്ര നല്ലതാണ്. അങ്ങനെ 10 പേർ എനിക്ക് സന്തോഷിച്ചാൽ ഈ സൊസൈറ്റി നന്നാകുമല്ലോ എന്ന് റീന മാം വിചാരിച്ചാൽ മണി ഈസ് സെക്കൻഡറി പാർട്ട്, ബട്ട് യു ആർ ഗോയിങ് ടു മേക്ക് ദ സൊസൈറ്റി മോർ ഹാപ്പിയർ എന്ന് വിചാരിക്കുക. അങ്ങനെ ലെവലിൽ നമ്മൾ ജീവിക്കുന്നതാണ് ഈ മൈൻഡ്ഫുൾനെസ്. ഈ മൈൻഡ്ഫുൾനെസ്സിനകത്ത് സിമ്പിൾ ബ്രീത്തിങ് ടെക്നിക്സ്, നമുക്ക് ഇന്ന് ഒരു ഡീപ്പ് ബ്രീത്ത് എക്സസൈസ് എടുക്കാം. അതിനകത്ത് വളരെ സിമ്പിളായിട്ട്, അല്ലെങ്കിൽ ബോഡി സ്കാൻ ചെയ്യാനുള്ള സമയമുണ്ടോ സാർ? എത്ര സമയമുണ്ട് സാർ? സിമ്പിൾ ബ്രീത്തിങ് മതി സാർ. സിമ്പിൾ ബ്രീത്തിങ്, വി വിൽ ഗോ ഫോർ സിമ്പിൾ ബ്രീത്തിങ് 5 minutes. ഞാൻ ഒരു ഡീപ്പ് ബ്രീത്ത്, ഒരു സിമ്പിൾ ബ്രീത്ത്, ഇത് മാത്രം പറഞ്ഞുകൊണ്ട് പോകും. ആ സമയത്ത് സിമ്പിൾ ബ്രത്ത് ചെയ്യുമ്പോഴും ആ ബ്രത്തിന് മാത്രം ആലോചിച്ചുകൊണ്ട് തോട്ട് പ്രോസസ്സ് എവിടെ പോയാലും തിരിച്ചു കൊണ്ടുവന്ന് ഈ ശ്വാസക്കാറ്റിന് മാത്രം ഒന്ന് ആലോചിക്കുക. ഓക്കെ, ലെറ്റ് us പ്രാക്ടീസ്. ഫോർ പ്രാക്ടീസിങ് പർപ്പസ് 2 കാലും ഫേം ആയിട്ട് തറയിൽ വെക്കുക, നിമിർന്നിരിക്കുക. നിമിർന്നിരിക്കുമ്പോൾ നട്ടല് നിമിർന്നിരിക്കണം, കഴുത്ത് ഓൺ ഹൈറ്റിലിരിക്കണം, കൈ പാദങ്ങൾ രണ്ടും തുറന്ന് മുകളിലോട്ട് നോക്കി തുടയിന് മുകളിലോ അല്ലെങ്കിൽ കസേരയിലിരിക്കുമ്പോൾ ആംറസ്റ്റിന് മുകളിലോ വെച്ചോളുക. വെച്ചിട്ട് റിലാക്സീവ് ആയിരിക്കണം. ഇത്രയും നിമിർന്നിരിക്കുമ്പോൾ മസിൽ പിടിച്ചിരിക്കുന്നത്, നിവർന്നിരിക്കുക പക്ഷെ റിലാക്സീവ് ആയിരിക്കുക. ഇരിക്കുന്ന സമയത്ത് മൈൻഡ് എടുത്ത് പറയുക, ദാറ്റ് വിൽ ബി ലിസൺഡ് ബൈ ബ്രെയിൻ ടു. ബ്രെയിനും മൈൻഡും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ മൈൻഡ് എടുത്ത് പറയുക, ഞാൻ ഒരു ചെറിയ മെഡിറ്റേഷൻ ചെയ്യാൻ പോവുക, എനിക്ക് അനുവാദം തരിക, എന്നെ കൂടെ സഹകരിക്കുക എന്ന് പറയുക. അപ്പോൾ 1-2 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1-2 മിനിറ്റിൽ അക്സെപ്റ്റ് ചെയ്യും. അത് യെസ് പറയും. യെസ് പറയുന്ന സമയത്ത് മാത്രം കണ്ണടയ്ക്കുക, അതുവരെ കണ്ണടയ്ക്കരുത്. അപ്പം നിവർന്നിരുന്ന് കൈ പാദങ്ങൾ രണ്ടും തുറന്ന് മുകളിലോട്ട് നോക്കി, കാൽ പാദങ്ങൾ രണ്ടും തറയിലെ ഫേമായിട്ട് നല്ല ഒരു ഫ്രീ ആയിട്ട് ബാക്കിൽ ചരിയാതെ സ്വയമായിട്ട് നിവർന്നിരിക്കുക. ഇരുന്ന് ഓൺ ഹൈറ്റിൽ നോക്കി
മൈൻഡ് എടുത്ത് പറഞ്ഞ് മൈൻഡ് മെഡിറ്റേഷൻ ചെയ്യാൻ റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടയ്ക്കുക. കണ്ണടച്ച് ഒരു ഡീപ് ബ്രീത്തിങ് എടുക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, inhale, exhale, inhale, exhale, inhale, exhale. Now shift your attention to your breath. Go for normal breath. Inhale, exhale, inhale, exhale. Continue breathing. മുഖത്തിൽ ഒരു ചെറിയ പുഞ്ചിരി ഒക്കുവാണെങ്കിൽ വെച്ചോളുക. ചെറിയ സ്മൈലിംഗ്. സ്റ്റാർട്ട് ബ്രത്ത്. സ്റ്റാർട്ട് ഒബ്സർവ് യുവർ ബ്രത്ത്. വേറെ ഒന്നും ചിന്തിക്കരുത്. നമ്മൾ ശ്വസിക്കുമ്പോൾ മൂക്കിൽ കൂടെ ചെന്ന് കഴുത്തിൽ കൂടെ ചെസ്റ്റ്, അബ്ഡോമൻ എങ്ങനെ വിരിയുന്നു, എങ്ങനെ ചുരുങ്ങുന്നു, ചുരുങ്ങി ശ്വസക്കാറ്റ് എങ്ങനെയാണ് പുറത്ത് മൂക്കിൽ കൂടെ പുറത്ത് പോകുന്നു, അകത്ത് കാറ്റ് കയറുമ്പോൾ എത്ര വാംനെസ് ഉണ്ടായിരുന്നു, പുറത്ത് ചെല്ലുന്ന കുറച്ചുകൂടെ തണുത്തതാണോ ചൂടാണോ, അതെല്ലാം ഒന്ന് ചെറിയതായിട്ട് ഒബ്സർവ് ചെയ്യുക. Now shift back your attention to your deep breathing again. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. ഇപ്പോൾ കണ്ണുകൾ തുറക്കാൻ റെഡി ആണെങ്കിൽ മൈൻഡ് എടുത്ത് പറയുക, ഞാൻ കണ്ണു ഒന്ന് തുറന്നേക്കട്ടെ, എൻ്റെ എക്സസൈസ് കഴിഞ്ഞെന്ന്. അപ്പം മനസ്സ് യെസ് പറയുവാണെങ്കിൽ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് രണ്ട് കൈയും എടുത്ത് കൂട്ടി തിരുമ്മി വാംനെസ് ഉണ്ടാക്കുക. കൺപോളകളുടെ മുകളിൽ ഇങ്ങനെ പതുക്കെ വെച്ച് ചെവി, കഴുത്ത്, അങ്ങനെ ചെവി, കഴുത്ത്, അങ്ങനെ ഒരു വാംനെസ് കൊടുത്തു കഴിഞ്ഞ് പതിയെ 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 കണ്ണിന് തുറക്കുക. സ്ലോലി slowly and slowly. Just slowly open your eyes. And you will feel that നിങ്ങളുടെ മനസ്സ് ശാന്തമായും സന്തുഷ്ടമായും സിംപ്ലറായും Okay, I hope that any suggestion or any observation different ആണെങ്കിൽ പറഞ്ഞു തരിക. ഒരു സന്തുഷ്ടമായ നല്ല ഒരു പ്രോഗ്രാം ആയിരുന്നു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും ഇതിൻ്റെ സമയം നിങ്ങൾക്ക് തന്നെ കൂട്ടാം. ഇടയ്ക്ക് ഈ നോർമൽ ബ്രത്തിൻ്റെ സമയം 2 minutes, 3 minutes, 5 minutes എത്ര വേണമെങ്കിലും ഇരിക്കാം. ഇടയ്ക്ക് തോട്ട് വേറെ എവിടെയെങ്കിലും മാറുവാണെങ്കിൽ അതിനെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് നിർത്തുക.
അപ്പോൾ അതിന് അനുയോജ്യമായ ഒരു എമോഷൻസ് മാറാൻ ശ്രമിക്കും. എമോഷൻസ് സിമ്പിളറായിട്ട് ബ്ലണ്ടായിട്ട് വിടുവാണെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ പോകും. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അനിലൈൻ മാം അഡ്മിറ്റ് ചെയ്തിരുന്നല്ലോ, എന്തെങ്കിലും ഉണ്ടോ? സ്നേഹത മാം, anybody else? Doran, Anisa, ശ്രീകല മാം. എനിക്ക് കുറച്ചൊക്കെ അത് ഫോൺ വന്നപ്പോൾ ഡിസ്കണക്ട് ആയി പോയെങ്കിലും ഞാനിത് കുറച്ച് കേട്ട് അവസാനമൊക്കെ കേട്ടപ്പോ എനിക്കും ഇതുപോലെ നമ്മള് ഈ ചിലതൊക്കെ നമ്മളിങ്ങനെ അവോയ്ഡ് ചെയ്യും ഇതുപോലുള്ള. അപ്പൊ പിന്നെ ഈ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരാകട്ടെ അങ്ങനെ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അവർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാകാതെ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ സബോർഡിനേറ്റ്സ് ഒക്കെ ഇങ്ങനെ. അപ്പൊ ഇപ്പോൾ ചെയ്യുന്നത് നമുക്ക് സാറ് പറഞ്ഞത് തന്നെയാണ്. നമ്മള് അവർക്കത് അറിയുന്നില്ല, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർക്കൊന്ന് ബ്ലെസ് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്രാർത്ഥന പോലെ അവർക്കൊന്ന് നല്ലത് പോലെ അവർക്ക് വരട്ടെ, അങ്ങനെ അവർക്ക് ആ ഒരു തിരിച്ചറിവ് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടൊരു അങ്ങനെ കൂടി പറഞ്ഞിട്ട് ബ്ലെസ് ചെയ്യുമ്പോൾ മറ്റേത് അങ്ങനെ അല്ലായിരുന്നു. ഇപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം. ഇങ്ങനെ നമ്മളെ അങ്ങനെ പ്രയാസം തോന്നിയാലും അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അത് മാറിപ്പോകുമ്പോൾ പിന്നെ അത് അവർക്കൊരു മാറ്റം വരുമെന്നൊരു വിശ്വാസവും ഒക്കെ ആയിട്ട് നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. അപ്പൊ അത് മൈൻഡ്ഫുൾനെസിന്റെ അത് തന്നെയല്ലേ ഇതും ഒരു സംശയ 100% അത് തന്നെയാണ്. പക്ഷെ അതിനെ കൂടെ കുറച്ച് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ മൈൻഡ്ഫുൾനെസിന്റെ കൂടെ ഒരു പ്രീ ജഡ്ജ്മെന്റും കൂടെ മാഡം കേട്ടിട്ടുണ്ട്. അവർക്ക് നല്ലത് സംഭവിക്കട്ടെ, അല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നെല്ലാം നല്ലതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതിലോട്ട് നമ്മൾ അതിനാണ് പണ്ട് പറയും, നീ നിന്റെ കർമ്മം ചെയ്യ്, ഫലം എക്സ്പെക്ട് ചെയ്യരുതെന്ന്. അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ ഡോണ്ട് ഹാവ് പ്രീ ജഡ്ജ്മെന്റ്. ഇതെല്ലാം അതാ ഞാൻ പറഞ്ഞല്ലേ, ഈ മൈൻഡ്ഫുൾനെസിന്റെ സ്റ്റേറ്റ്മെന്റ്സ് സാർ എടുക്കുവാണെങ്കിൽ എല്ലാം പഴയ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാധനത്തിന് തന്നെയാണ് ഇവർ വ്യത്യസ്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പറയുമ്പോൾ ഇപ്പോൾ ശ്രീകല ടീച്ചർ പറഞ്ഞത് തന്നെയാണ് ലൈൻ. ബട്ട് അതിന് സെക്കൻഡ് പാർട്ട് എന്താന്ന് പറഞ്ഞാൽ അവർക്ക് നന്മ എന്ത് സംഭവിക്കട്ടെ, അവർ നന്നാകട്ടെ, അവർ അല്ലെങ്കിൽ ലെറ്റ് ദം ടേൺ ടു ബി എ ഗുഡ് എന്ന് അങ്ങനെ ഒന്നും ആവശ്യമില്ല. അവർ ഇപ്പോഴേ ഗുഡാണ്. നമുക്ക് മാത്രം അത് ഒരു തെറ്റായിട്ട് തോന്നിയിട്ടുള്ളത്, അവർക്ക് സന്തോഷമാണ്. അവർ ലെറ്റ് ദം ബി ഹാപ്പി. അല്ലേ സാറേ, ഞാനത് തുറന്നു പറയാം. ഇപ്പൊ ഞാനൊരു ടീച്ചറാണ്, അപ്പൊ എന്റെ HM ആണെന്ന് തന്നെ പറയാം. അപ്പൊ അവിടെ കുഞ്ഞുങ്ങളെ ക്ലാസ്സുകളില് ഓരോ മക്കളെയും നമ്മൾ ശ്രദ്ധിച്ച് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ട നമ്മൾ ആ ഒരു അത്രയും പേരൻസും അങ്ങനെയുള്ള ആ ഒരു സാമൂഹ്യം അങ്ങനെയാണല്ലോ, വരുന്ന കുട്ടികളെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് അവരെ കൂടി നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് പഠനത്തിലോട്ട് കൊണ്ടുവരണം. അല്ലാതെ ഇത് മുന്നിൽ നിൽക്കുന്ന മക്കളെ മാത്രമല്ലല്ലോ ഒരു ടീച്ചറിന്റെ കടമ. അപ്പൊ ആ രീതിയിൽ നമ്മൾ പറയുമ്പോൾ ന്യൂജൻ കുട്ടികള് പുതിയ മക്കൾക്ക് അത്ര ഇവര് വിചാരിക്കുന്നത് നമ്മൾ കുറച്ച് സമ്മാനം കിട്ടുന്നു അല്ലെങ്കിൽ നമ്മൾ അവാർഡ് കിട്ടുന്നു എന്നൊക്കെയാണ് ഒരു സ്കൂളിന്റെ അപ്പൊ അതെനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് പറയുമ്പോ ഈ പുതിയ അത് എല്ലാരെയും നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യുമല്ല. അവിടെ പിന്നെ എനിക്ക് ആകെ ചെയ്യാനുള്ളത് ഒരുപാട് നമ്മൾ സ്ട്രിക്റ്റ് ആകുന്നതിനേക്കാളും അധികാരം ഉപയോഗിക്കുന്നതിനേക്കാളും ആ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ പറയുകയും ഒപ്പം നമ്മൾ ഈ മക്കൾക്ക് ആ ഒരു മാറ്റം അവർക്ക് ഇനി വരും എന്നൊരു പ്രതീക്ഷ, എന്തൊരു വിശ്വാസം പോലെ അത് അവരുടെ ജീവിതത്തിലും ഇതിങ്ങനെ അനുഭവങ്ങളിൽ കൂടി അത് കൂടുതൽ മനസ്സിലാക്കി കൊടുക്കണേ എന്നുള്ള അതാണ് അതേ ചെയ്യാനുള്ളൂ. മാഡം 100% ശരിയാണ്. മാഡത്തിനെ ഞാൻ തിരുത്താനല്ല ഉദ്ദേശിച്ചത്. യു ആർ 100% റൈറ്റ്. പക്ഷെ ഒറ്റ കാര്യം കൂടെ ഒന്ന് ആലോചിച്ചോളുക. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞ ആള് പഠിത്തത്തില് മഹാമോശക്കാരനായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ പേരും പ്രസക്തിയും പൈസയും നമ്മുടെ കയ്യിൽ ആരുടെയില്ല. അപ്പൊ there are ways. ഈ നമ്മളെ പണ്ടൊക്കെ ഈ മൈക്രോസോഫ്റ്റിന്റെ ഓണറും അങ്ങനെയൊക്കെ ആൾക്കാർ പറയും, ഇതെല്ലാം അടുത്തുള്ള പഠിത്തം എന്ന് പറഞ്ഞാൽ അക്കാഡമിക് മാത്രമല്ല, പക്ഷെ ടീച്ചേഴ്സിന്റെ എന്റെ പേഴ്സണൽ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരെ നല്ലൊരു മനുഷ്യനായിട്ട് മാറ്റുക. അതെ, അത് തന്നെ സർ, അത് മതി. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, അതിന്റെ പുറകിൽ ഡ്രഗോ അതിലോട്ടൊക്കെ അല്ലെങ്കിൽ ഒരു വേറൊരു രീതിയിലോട്ട് ട്വിസ്റ്റ് ആകാതെ നോക്കിക്കുവാണെങ്കിൽ അധ്യാപകരായ താങ്കൾ ഓരോരുത്തരും യഥാർത്ഥത്തിൽ, ഞാൻ പണ്ട് ഒരു ക്ലാസ് എടുക്കുമായിരുന്നു,
അധ്യാപകരുടെ ക്ലാസ് ബ്രഹ്മാസ് എന്ന് പറഞ്ഞു. താങ്കൾ ഓരോരുത്തരും ബ്രഹ്മനാണ്. ബ്രഹ്മന്റെ പണി എന്താണ്? വെറും കളിമണ്ണിന് പാത്രമായിട്ട് ഉപയോഗിക്കാം, വിളക്കായിട്ട് മാറ്റാം, അല്ലെങ്കിൽ എന്ത് ഉദ്ദേശിച്ചോ ആ രീതിയിലോട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റും. അതൊരു റോ മെറ്റീരിയലാണ്, വെറും മണ്ണും വെള്ളവും. അതിന് മിക്സ് ചെയ്ത് അധ്യാപകരാണ് പിള്ളേരിന് അല്ലെങ്കിൽ ഫ്യൂച്ചർ സൊസൈറ്റീനെ 20 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 40 വർഷം കഴിഞ്ഞ് സൊസൈറ്റി എങ്ങനെ ഇരിക്കണമെന്ന് ഓരോരോ അധ്യാപകരും പ്ലാൻ ചെയ്താൽ സൊസൈറ്റി അതേപോലെ മാറും. മാറാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ പല സമയങ്ങളിൽ പല തടസ്സങ്ങൾ വരും. ആ തടസ്സങ്ങളായിട്ട് തന്നെ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. അതിനെ പൊട്ടിക്കാനൊന്നും ശ്രമിക്കണ്ട. അത് തനിയെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. നാച്ചുറലായിട്ട് സംഭവിക്കുമെന്ന് വിശ്വസിച്ചൊള്ളുക. പക്ഷെ പ്രീ ജഡ്ജ്മെന്റ് വേണ്ട എന്നാണ് മൈൻഡ്ഫുൾനെസ് പഠിപ്പിച്ചു തരുന്നത്. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ഇല്ലേ? അല്ല, പ്രീ ജഡ്ജ്മെന്റ് എടുത്താൽ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ താങ്കൾ റിട്ടയർ ആകുന്നതിന് മുമ്പ് ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഒരു വിഷമം വരും. അപ്പൊ എന്റെ പാർട്ടിനെ ഞാൻ ചെയ്തു, ഇനി ബാക്കിയുള്ളവർ ടേക്ക് ഓവർ ചെയ്യും. 4x400 റിലേയില് ഞാൻ 4 പ്രാവശ്യം ഓടാൻ പറ്റത്തില്ല. ഞാൻ ഒരിക്കലും മാത്രം സ്പീഡ് ഉണ്ടാക്കി കൊടുത്ത് അടുത്ത ആളുടെ കയ്യിൽ ബാറ്റൺ കൊടുത്തിട്ട് വിടണം. അടുത്ത ആള് ആ സ്പീഡ് കുറഞ്ഞ് നഷ്ടപ്പെട്ടാൽ ഇറ്റ്സ് ഓക്കെ. സൊസൈറ്റിയിൽ അങ്ങനെയാണ്. 4 പേരും കൂടെ ചേർന്ന് ഓടുമ്പോൾ ആരോ ഒരാൾ ജയിക്കുമെന്ന് മാത്രം വിടുക. ബട്ട് എൻ്റെ ഭാഗത്തിൽ പരമാവധി ഞാൻ ഓടാൻ ശ്രമിക്കണം. അപ്പൊ മാഡത്തിന്റെ റോള് ഭംഗിയായിട്ട് ചെയ്യുക. ലെറ്റ് ദ സൊസൈറ്റി ടേക്ക് ഓവർ ഫർദർ എന്ന് മാത്രം വിചാരിക്കുക. സൊസൈറ്റി നന്നായിട്ട് ടേക്ക് ഓവർ ചെയ്യും. അതിനൊന്നും കുറവൊന്നുമില്ല. താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും വളരെ പ്രയോജനങ്ങൾ, ഒത്തിരി പ്രായോഗിക തലങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാൻ സാധിച്ചു. സോ ഇളങ്കോ സാർ, താങ്ക് യു സാറിന് സമയം ജോലി കഴിഞ്ഞ് നേരെ വന്ന് കസേരയിൽ ഇരിക്കുന്നതെന്ന് എനിക്ക്. സോ ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു സാർ, താങ്ക് യു എവറിബഡി. കുറച്ച് ആൾക്കാർ കേട്ടോണ്ടിരുന്നവരൊക്കെ തിയറി കേട്ടിട്ട് സ്ഥലം വിട്ടു. തീർച്ചയായും അവരൊക്കെ കുറച്ച് ബിസി ആയിരുന്നതാണ്. നോ വറി. സാറ് എന്താണെങ്കിലും എന്നെ വിളിച്ചതിന് ഒരുപാട് നന്ദി. എനിക്കും എൻ്റെ വ്യൂസ് ഒന്ന് എല്ലാവരുടെ കൂടെ പകിർന്നു കൊടുക്കാം, അല്ലെങ്കിൽ ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കും കുറച്ച് നോളജ് എൻഹാൻസ് ചെയ്യാൻ പറ്റി. ഇപ്പം നമ്മുടെ എന്താണ് സാർ, മുസ്ബീർ റഹ്മാൻ, ആരാണ് സാർ? അബ്ദുൾ റഹീം സാർ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ റോയ് സാർ പറഞ്ഞത്, ഇതെല്ലാം എനിക്കും ഒരു ഇൻപുട്ടാണ്. നമുക്ക് പല സമയങ്ങളിൽ സാറിൻ്റെ ഒരു തിയറി ഡിഫറെൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചു. 5+5 = 10 and 9+1 = 10. നല്ല തിയറിയാണ്, കൊള്ളാം. ജോർജ് സാർ, താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. അത് പ്രത്യേകം പറയാതെ വയ്യ, അതിനുവേണ്ടി തന്നെ വന്നു. നാളെ നമുക്ക് ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ദിവസമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഫുഡാണ് നമ്മുടെ മെഡിസിൻ. അതാണ് നമ്മുടെ ടോപ്പിക്. ഞാൻ പരമാവധി വരാൻ നോക്കാം സാർ നാളെ. എന്നാൽ ഫുഡാണ് മെഡിസിൻ എന്ന് പറയുന്നതിൽ പരമാവധി വിചാരിക്കുന്ന ഓർത്തനാണ് ഞാൻ. എന്താന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പത്തായം എന്ന് ഒരു ഹോട്ടലുണ്ട്. ഇപ്പോഴും മില്ലറ്റ്സ് ആയിട്ട് മാറ്റിട്ടു. പണ്ട് മില്ലറ്റ്സ് അല്ലായിരുന്നു, പച്ചരി തന്നെയായിരുന്നു. അവിടെ പാല് വെച്ച് തൈരും മോറുമില്ല. അതിനകത്ത് അദ്ദേഹം ചെയ്യുന്നത് ഈ തേങ്ങാപ്പാലില് ലെമന്റെ ഒരു ജ്യൂസ് ചെറിയതായിട്ട് 2 ഡ്രോപ്പ് ഒഴിക്കും, തൈര് കിട്ടും. അങ്ങനെ എല്ലാം ഡിഫറെന്റ് മീൻസ് അതെന്ത് പറയാ, നാച്ചുറൽ എന്തോ ഒരു വാക്കുണ്ടല്ലോ നമ്മള് മലക്കറിയുടെ. അല്ലല്ല, വേറെന്തോ ഈ മലക്കറി എല്ലാം ആർഗാനിക് മലക്കറി അതെ ചെയ്യുന്ന ഒരു ഹോട്ടലുണ്ട് ഇവിടെ ട്രിവാൻഡ്രത്തുണ്ട് സാർ. അദ്ദേഹം അവിടെ എഴുതിയിരിക്കുന്നത് ആഹാരം ഒരു മരുന്നാണെന്നാണ് വലിയ ബോർഡ് വെച്ചിരിക്കുന്നത്. സാർ നല്ല ടോപ്പിക്കാണ് സെലക്ട് ചെയ്യുന്നത്. ഓൾ ദി ബെസ്റ്റ് സാർ. ഞാൻ പരമാവധി ജോയിൻ ചെയ്യാൻ നിൽക്കാം. And I thank each one of you. Thank you, sir. Thank you very much. And have a good night. Good night, sir. Good night. Roy sir, thank you. Thank you, everybody. Reena ma'am, thank you. Everybody, thank you. ഞാൻ ഒന്ന് ഇറങ്ങട്ടെ സാർ. Oh, sure, sir. Okay. Thank you. Thank you. Good night.